بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين رحم الله والدا أعان ولده على بره صدق شفيعنا رسول الله صلى الله عليه وسلم أزكى الصلاة مع السلام المنتشر ما لاح نجم والدياجي تعتكر تترى على خير البنين من مضر من بين رسل الله واسيط الدرر بحر العطايا المصطفى العالي القدر أهل الشفاعة خير من جاء بالزبر ركن الهدى وبل الندى وهو البدر بتمامه ولنوره استحيا القمر يا رب صل على النبي محمد منجي الخلائق من جهنم في غدي സർവാദരണീയരായ സയ്യിദ് അവർകളെ, ഖത്തീബ് ഉസ്താദ് അവർകളെ, നമ്മുടെ ഈ മഹല്ലിന് നേതൃത്വം നൽകുന്ന നേതാക്കളെ, ഭാരവാഹികളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വലിയ സന്തോഷമുള്ള ഒരു സന്ദർഭത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഭീമമായ സംഖ്യ ചെലവഴിച്ച് നമ്മുടെ ഭാവി തലമുറക്ക് ധാർമ്മിക ബോധം വളർത്തിയെടുക്കുന്നതിന് അനിവാര്യമായ
നല്ല ഒരു മദ്രസ കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മുഹൂർത്തത്തിലാണ് നാം ഉള്ളത്. അതിൻ്റെ തുടക്കം മുതൽ ഇന്നേ വരെയും ബാക്കിയുള്ള സന്ദർഭങ്ങളിലും സഹകരിച്ചതും സഹകരിക്കുന്നതും സഹായിക്കുന്നതും എല്ലാം നമ്മുടെ ഇരുലോക വിജയത്തിന് കാരണമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ മനുഷ്യരുടെയും ഉയർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇൽമാണ്. യഥാർത്ഥ അറിവ് നേടിയെടുക്കുമ്പോഴാണ് മനുഷ്യന് എല്ലാ അർത്ഥത്തിലും അള്ളാഹു ബഹുമാനം നൽകുന്നത്. മനുഷ്യപിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് നമുക്ക് കണക്ക് നിശ്ചയിക്കാൻ കഴിയാത്ത അത്രയും ശ്രേഷ്ഠരായ മാലാഖമാരെ കൊണ്ട് ബഹുമാനം നൽകാൻ കാരണം ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അറിവ് ഒന്നു മാത്രമാണ്. അവിടുത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നൂറ്റാണ്ടുകളോളം ഇബാദത്തിലായി കഴിഞ്ഞ അള്ളാഹുവിൻ്റെ സൃഷ്ടികളുണ്ട്. ജിന്നി വിഭാഗത്തിലും മലക്കുകളിലും പെട്ട എത്രയോ ആളുകൾ ഇബാദത്ത് മാത്രമായി ലക്ഷ്യമായി നിലനിൽക്കുന്നവർ അന്നും ഉണ്ട്. ഇബാദത്തിൻ്റെ കെയർ ഓഫിലല്ല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ആദരവ് ലഭിച്ചത്. ശാരീരികമായ ഭംഗി വളരെ നല്ല രൂപത്തിൽ ആദിമനുഷ്യനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയിട്ടുണ്ട്. കാണാൻ നല്ല സൗന്ദര്യവും സൗരഭ്യവുമുള്ള ശരീരപ്രകൃതിയാണ് അവിടുത്തെ പ്രകൃതി. നല്ല ആരോഗ്യവും അള്ളാഹു നൽകിയിട്ടുണ്ട്. ദീർഘായുസ്സും അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇതൊന്നുമല്ല ആദരവിന് നിമിത്തമാക്കിയത്. 1000 കൊല്ലം ജീവിച്ച മഹാനാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം. എന്തൊരു ഭംഗിയാണ് അവിടുത്തെ ഭംഗി. പക്ഷേ ഒരൊറ്റ കാരണമാണ് ആ വലിയ ആദരവിന് കാരണമായത്. അവിടുത്തേക്ക് അല്ലാഹു നൽകിയ ഇൽമ്. മലക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വിഭാഗത്തെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചപ്പോൾ ആ വിഭാഗത്തിൻ്റെ തലവനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല അനുഗ്രഹിച്ചത്, ആദരിച്ചത് ഇൽമ് സ്വായത്തമാക്കിയിട്ടും അത് മലക്കുകൾക്ക് പകർന്നു നൽകിയിട്ടുമാണ്. അറിവ് പഠിപ്പിക്കുന്ന ആളുകൾ വലിയ ബഹുമാനം ഉള്ള ആളുകളാണ്. അറിവുള്ള ആളുകൾക്കാണ് ഏറ്റവും വലിയ ബഹുമാനം ഉള്ളത്. അറിവ് നമ്മുടെ സമൂഹത്തിന് കുറഞ്ഞു പോകാൻ പാടില്ല. നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമം ഇൽമാണ്. അംബിയാഇന് അല്ലാഹു തആല നൽകിയ മൊത്തത്തിലുള്ള ബഹുമാനവും ഇൽമാണ്. മലക്കുകളെക്കാളും മനുഷ്യർക്കുള്ള സ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി പഠിപ്പിക്കപ്പെടുന്ന ഇൽമ് ഏറ്റവും നല്ല കരുതലോടെ നമ്മുടെ ഭാവി തലമുറക്ക് നമ്മൾ നൽകിക്കൊണ്ടിരിക്കണം. അപജയങ്ങളിൽ നിന്ന്, പരാജയങ്ങളിൽ നിന്ന് മനുഷ്യനെ മാറ്റി നിർത്താനും ഇരുലോക വിജയം കരസ്ഥമാക്കാനും നമുക്ക് വേണ്ടത് തഖ്വയും സുഹുദുമാണ്. തഖ്വ, ജാഹിലിന് തഖ്വയുണ്ടാവുകയില്ല. തഖ്വയുണ്ടാകണമോ
ഇൽമ് വേണം, സുഹൃദ് വേണോ. ഈ ദുനിയാവിൽ വർജിക്കേണ്ടത് വർജിച്ച് അതിനോട് മോഹം വരാതെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്താനുള്ള കഴിവ്, അതാണ് സുഹൃദ്. വസ്ഹദ് വദാ ഫഖ്ദുൻ ഇലാഖത ഖൽബിക ബിൽമാലി ലാ ഫഖ്ദുൽ ലഹു തഖഅഖലാ. നീ ത്യാഗം ചെയ്ത് ജീവിക്കുന്ന ആളാകണം. ത്യാഗം എന്ന് പറയുന്നത് സഹോദരങ്ങളെ സമ്പത്ത് ഇല്ലാതിരിക്കലല്ല, അതിന് ത്യാഗം എന്ന് പറയില്ല. അവിഹിത മാർഗങ്ങളിലൂടെ സമ്പത്ത് സംഭരിക്കാനുള്ള ഖൽബിന്റെ ഇച്ഛയെ തകർക്കലാണ് ത്യാഗം. പലരും അവിഹിത മാർഗങ്ങളിലൂടെ സമ്പത്ത് ഒരുക്കുന്നുണ്ട്. പത്രദ്വാര ഞാനും നിങ്ങളും വായിച്ചു. ഇന്നും ഇന്നലെയുമായി കച്ചവട വർഷം സമാപിക്കുമ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് 19,058 ചില്ലറ കോടിയെത്തിയത് മദ്യത്തിൻ്റെ വകുപ്പിലൂടെ മാത്രമാണ്. ഇന്നതിൻ്റെ കണക്ക് പുറത്തു വന്നു. പക്ഷേ മദ്യം വിറ്റും വിളമ്പിയും ലഹരി വിറ്റും വിളമ്പിയും ഒരു മുസ്ലിമിന് സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റില്ല. അവൻ്റെ മനസ്സ് എത്ര അതിനോട് മോഹമുണ്ടായാലും അത് തകർക്കുന്നതാണ് സുഹൃദ് എന്ന് പറയുന്നത്. അനാവശ്യ മേഖലകളിലൂടെ ഒരുപാട് സമ്പത്ത് സംവിധാനിക്കാനുള്ള മാർഗങ്ങൾ നാട്ടിലുണ്ട്. അതൊന്നും മുസ്ലിമിന് പാടില്ലാത്തത്. മുസ്ലിമിന് സുഹൃദ് വേണം. വസ്സുഹുദു അഹ്സനു മൻസിബിൻ ബഅദത്തുഖാ വബിഹി യനാലു മഖാമ റുബാബിൽ ഉലാ. വലിയ മഹാരഥന്മാരുടെ പദവിയിലേക്ക് തഖ്വക്ക് ശേഷം ഒരു മുസ്ലിം എത്തണമോ, അതിന് സുഹൃദാണ് അവൻ്റെ കയ്യിൽ വേണ്ടത്. സഹോദരങ്ങളെ, ആ സുഹൃദിന് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആർത്തിയെ കെടുത്തിക്കളയണം. ആർത്തി കൂടുതലായാൽ തസ്കരന്മാർ വർദ്ധിക്കും. ആർത്തി കൂടുതലായാൽ അക്രമങ്ങൾ അധികരിക്കും. ആർത്തി കൂടുതലായാൽ സ്വന്തക്കാരെയും വിറ്റിട്ട് സ്വന്തക്കാരെയും കൊന്നിട്ട് പണമുണ്ടാക്കാൻ മനുഷ്യൻ നോക്കും. അപ്പം ഈ സാമ്പത്തിക കൊതിയും ആർത്തിയും അതിനെ നശിപ്പിക്കാനുള്ള കഴിവ് നേടിയെടുക്കുന്നതാണ് സുഹൃദ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി, ലൈസൽ ഗിനാ ബികസ്റത്തിൽ അറൽ, നിന്റെ ഉപകാരങ്ങളും നിനക്കുള്ള സമൃദ്ധികളും ഉപകാര വസ്തുക്കളും വർദ്ധിക്കലല്ല ഐശ്വര്യം എന്ന് പറയുന്നത്. ലൈസൽ ഗിനാ ബികസ്റത്തിൽ അറൽ, എല്ലാ ഉപയോഗ വസ്തുക്കളും നിന്റെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ അതിന് ഐശ്വര്യം എന്ന് പറയില്ല. ഇന്നമൽ ഗിനാ ഗിനൻ നഫ്സ്, യഥാർത്ഥ ഐശ്വര്യം മനസ്സിൻ്റെ സമൃദ്ധിയാണ്. ആരോടും പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, നിഷ്കളങ്കമായ, നിഷ്കപടമായ, നിസ്വാർത്ഥമായ മനസ്സ്, നല്ലത് സ്വീകരിക്കാൻ ഏറ്റവും വലിയ മോഹമുള്ള മനസ്സ്, തിന്മയോട് ഏറ്റവും വിരക്തിയുള്ള മനസ്സ്, അതാണ് യഥാർത്ഥ മനസ്സിൻ്റെ ഐശ്വര്യം. അത് നേടിയെടുക്കാൻ എന്തു വേണം? നേടിയെടുക്കാൻ ഇൽമു വേണം. അങ്ങനെ നേടുന്ന മനുഷ്യന് പാരത്രിക ലോകത്ത് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരില്ല. അതിന് ദുനിയാവിലാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇൽമു ആർജിക്കേണ്ടത്. നമുക്കറിയാമല്ലോ, ഏറ്റവും വലിയ അപജയങ്ങളിലേക്ക് കൂപ്പുകുത്തിയ സമൂഹത്തെ ഏറ്റവും നല്ല ഉത്തമ സംസ്കാര ബോധമുള്ളവരാക്കി മാറ്റിയെടുത്തത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിവ് പകർന്നു നൽകിയിട്ടാണ്. അറിവാണ് അവർക്ക് മാധ്യമമാക്കി കൊടുത്തത്. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. 150 വർഷത്തിലധികം കലഹത്തിൽ നിലനിന്നിരുന്ന കുടുംബാംഗങ്ങൾ ഒന്നു നോക്കുക പോലും ചെയ്യാത്ത രീതിയിൽ അറപ്പോടെ വെറുപ്പോടെ കഴിഞ്ഞിരുന്ന മനുഷ്യന്മാർ, ആ മനുഷ്യന്മാരുടെ ആ കുടില മനസ്സിനെ മാറ്റിയെടുത്തത്
ഖുർആനും അതിൻ്റെ വിശദീകരണങ്ങളും ഓതിക്കൊടുത്തുകൊണ്ടാണ് യഥാർത്ഥ മനുഷ്യൻ ആരാണെന്ന് മനസ്സിലാക്കി കൊടുത്തു. യഥാർത്ഥ മനുഷ്യന്റെ സേവനം എന്താണ്, അവന്റെ കഴിവെന്താണ്, അവന്റെ ബുദ്ധി എന്താണ്, യഥാർത്ഥ മനുഷ്യന്റെ സമീപനം എന്താണ് തങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. അവിടുത്തെ നിന്ന് നേരിട്ടത് മനസ്സിലാക്കാൻ ധാരാളം ആളുകൾ വന്നിരുന്നു. യഥാർത്ഥ മനുഷ്യന്റെ ഒരു സ്വഭാവം നമുക്കുണ്ടാകണമോ? എങ്ങനെ സാധ്യമാകും? അറിവിലൂടെ മാത്രം. യഥാർത്ഥ മനുഷ്യന്റെ സ്വഭാവവും മനസ്സും വേണോ? അറിവിലൂടെ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അജ്ഞതയിലൂടെ ഉയരാൻ ഒരു സമൂഹത്തിനും കഴിയില്ല. അജ്ഞതയിലൂടെ തഖ്വയിലേക്ക് എത്താൻ കഴിയില്ല. അജ്ഞതയിലൂടെ സുഹുദിലേക്ക് എത്താനും കഴിയില്ല. എനിക്ക് പറ്റാത്ത ഒരു കാര്യമാണെന്ന് ഞാൻ തിരിച്ചറിയണമെങ്കിൽ എനിക്കത് സംബന്ധിയായി ഇൽമു വേണം. എൻ്റെ മുന്നിൽ അത് സ്വീകരിക്കാൻ ഇഷ്ടം പോലെ സൗകര്യങ്ങൾ, സംവിധാനങ്ങളുണ്ട്. പക്ഷേ എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ആയുധം ഒന്നു മാത്രമാണ്, യഥാർത്ഥ ഇൽമു തന്നെയാണ്. യഥാർത്ഥ ഇൽമു ആളുകളിലേക്ക് നൽകിയിട്ട് അനാവശ്യങ്ങളിൽ നിന്നവരെ പിന്തിരിപ്പിച്ചു, അക്രമങ്ങളിൽ നിന്നവരെ മാറ്റി, അനാവശ്യ സ്വഭാവങ്ങളിൽ നിന്നവരെ മോചിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ അജ്ഞരായിരുന്നു. പലരും അജ്ഞതയിൽ ജീവിച്ചിരുന്ന ആളുകളാണ്. അവരിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമുമായി കടന്നു ചെല്ലുന്നത്. കേട്ടിട്ടില്ലേ നിങ്ങൾ ഹദീസിൽ ഒരു സദസ്സിൽ ഒരു ചെറുപ്പക്കാരന്റെ ചോദ്യം, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരന്റെ ചോദ്യം, യാ റസൂലല്ലാഹ് ഇദൻ ലീ ഫിസ്സിനാ, അല്ലാഹുവിന്റെ റസൂലേ വേശ്യാവൃത്തിക്ക് അനുവാദം തരണം. കച്ചവടം ചെയ്യാൻ സമ്മതം ചോദിക്കലുണ്ട് സാധാരണ, ഉംറക്ക് പോകാൻ സമ്മതം ചോദിക്കലുണ്ട്, നാട് വിട്ട് വേറെ നാട്ടിലേക്ക് ജോലിക്ക് പോകുമ്പോൾ സമ്മതം ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പുതിയൊരു കൃഷി തുടങ്ങാൻ പോവുകയാണ്, ഞാനൊരു സ്ഥലം അവിടെ നോക്കി വെച്ചിട്ട് അത് വാങ്ങട്ടെ, അതൊക്കെ സമ്മതം ചോദിക്കാറുണ്ട്. ഇൽമു പഠിക്കാൻ പോകുമ്പോൾ സമ്മതം ചോദിക്കാറുണ്ട്. ഇതെന്തൊരു സമ്മത? ഇദല്ലീ ഫിസ്സിനാ, വേശ്യാവൃത്തിക്ക് സമ്മതം തരണോ? ഈ ചോദ്യം കേട്ട ഉടനെ തന്നെ പിന്നിലുള്ള ആളുകളൊക്കെ എഴുന്നേറ്റു കൈകാര്യം ചെയ്യാൻ വേണ്ടി. എന്ത് ചോദ്യം അത്? ചോദ്യം തന്നെ ഒരു വഷളാക്കുന്ന ചോദ്യമല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിലെ ഒരു എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാൾ വന്നൊരു സദസ്സിൽ ഇരിക്കുമ്പോൾ ഒരാൾ ചോദ്യം ചോദിച്ചാൽ തന്നെ ആളുകൾ പറയില്ലേ, എന്ത് ചോദ്യം ചോദിക്കണോട് ഇരിക്കുന്നു പറയില്ലേ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ബാക്കിയുള്ളവർ കൈകാര്യം ചെയ്യാൻ നോക്കിയപ്പോൾ അവരെല്ലാവരെയും തങ്ങൾ ഇരുത്തി, നിങ്ങളൊക്കെ ഇരിക്കുന്നു പറഞ്ഞു. എഴുന്നേറ്റ കൂട്ടുകാരെയും ബന്ധുക്കളെയും നേതാക്കളെയും ഒക്കെ ഇരുത്തിയിട്ട് ആ ചെറുപ്പക്കാരനെ തങ്ങൾ അടുത്തേക്ക് വിളിച്ചു. വരീന്നു തങ്ങൾ ചോദിച്ചു, മനസ്സിന്റെ ഉള്ളിലേക്ക് അറിവ് പകർന്നുകൊണ്ടുള്ള ചോദ്യം, അഫതുഹിബ്ബുഹു ലി ഉമ്മിക്, നിങ്ങളെ മാതാവിന് നിങ്ങളത് ഇഷ്ടപ്പെടുമോ? ആരെങ്കിലും നിങ്ങളെ ഉമ്മാനെ, നിങ്ങൾ എത്ര ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ് ഉമ്മ, ഏറ്റവും വലിയ ബഹുമാനല്ലേ നിങ്ങൾക്ക് ഉമ്മാനോട്? നമുക്കൊക്കെ ഉമ്മാനോടല്ലേ വലിയ ബഹുമാനം, വലിയ കടപ്പാട് ഉമ്മാനോടല്ലേ. ഉമ്മാക്ക് നിങ്ങളത് ഇഷ്ടപ്പെടുമോ? ഉടനെ ചെറുപ്പക്കാരൻ പറഞ്ഞു, ലാ, ഇല്ലല്ലല്ല, ഉമ്മാക്ക് ഇഷ്ടപ്പെടൂല. അഫതുഹിബ്ബുഹു ലി ഉഖ്തിക്, നിങ്ങളെ സഹോദരി, വലിയ ബന്ധമുള്ള ഒരു, നിങ്ങളെ രക്തത്തിൽ വലിയ ബന്ധമുള്ള രംഗമല്ലേ സഹോദരി, ആ സഹോദരിക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇല്ല. നിങ്ങളെ സ്വന്തം മകൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുമോ? മകൾ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ കൊടുക്കുവോ? കൊടുക്കൂല. അഫതുഹിബ്ബുഹു ലി സൗജിക്, നിങ്ങളെ സ്വന്തം സഹധർമ്മിണിക്ക് നിങ്ങളത് ഇഷ്ടപ്പെടുമോ? ഇല്ല. അഫതുഹിബ്ബുഹു ലി അമ്മതിക്, നിങ്ങളെ പിതൃ സഹോദരിക്ക്, ഉപ്പാന്റെ സഹോദരിക്ക് വന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇല്ല. അഫതുഹിബ്ബുഹു ലി ഖാലതിക്, നിങ്ങളെ മാതൃ സഹോദരിക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇല്ല. ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട മുഴുവൻ അംഗങ്ങളെയും എണ്ണി 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 പതുക്കെ പതുക്കെ ചോദിച്ചപ്പോൾ എല്ലാറ്റിനും ഉത്തരം ഇല്ല, ഇല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവസാനം പറഞ്ഞു, കദാലിക്കന്നാസു, അപ്രകാരം തന്നെയല്ലേ മനുഷ്യന്മാരും. നിങ്ങൾ അന്വേഷിച്ചു പോകുന്നത് ഒരാളുടെ ഏതെങ്കിലും ഉമ്മയായിരിക്കണം, അല്ലെങ്കിൽ ഇണയായിരിക്കണം, അല്ലെങ്കിൽ മകളായിരിക്കണം, അല്ലെങ്കിൽ സഹോദരിയായിരിക്കണം, അല്ലെങ്കിൽ മാതൃ സഹോദരിയായിരിക്കണം, അല്ലെങ്കിൽ പിതൃ സഹോദരിയായിരിക്കണം. ഇവരല്ലേ മൊത്തത്തിൽ ഒരാൾ അംഗങ്ങൾ. നിങ്ങൾക്കിഷ്ടപ്പെടാത്ത ഒരു കാര്യം മറ്റൊരാൾ അടിച്ചേൽപ്പിക്കുന്നത് ശരിയാണോ?
അദ്ദേഹത്തിന്റെ മനസ്സിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ചോദ്യം. ഉടനെ തന്നെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല നബിയെ, ഒരിക്കലും ഞാൻ ആ വിഷയത്തിലേക്ക് മോഹിക്കുകയില്ല. ഈ ശരിയായ ഉപദേശം ആ മനസ്സിന്റെ അടിത്തട്ടിൽ ചെന്നപ്പോൾ ആ വാസന പോലും മാറിപ്പോയി. ഇനി ഞാൻ അത്തരത്തിലൊരു വിഷയത്തിലേക്ക് മോഹിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോ തങ്ങൾ നെഞ്ചിന്റെ ഭാഗത്ത് ഇങ്ങനെ കൈവച്ചിട്ട് ഒരൊറ്റ ദുആ ചെയ്തു കൊടുത്തു. അല്ലാഹുമ്മ തുഖിർ ഖൽബഹു വഹസ്സിൻ ഫർജഹു. ഈ ചെറുപ്പക്കാരന്റെ മനസ്സ് നീ വിശുദ്ധിയാക്കണം അല്ലാഹ്. ഈ ചെറുപ്പക്കാരന്റെ സ്വകാര്യതക്ക് നീ പരിരക്ഷ നൽകണം അല്ലാഹ്. സ്വഹാബത്ത് പറയുന്നു, പിന്നെ അദ്ദേഹം നടക്കുമ്പോ വലത്തോട്ടും ഇടത്തോട്ടും പോലും നോക്കാറില്ല, മുന്നിലേക്ക് മാത്രം നോക്കി തലകുനിച്ച് നടന്നു പോകുന്നു. അറിവാണ് ആ മനുഷ്യന്റെ മനസ്ഥിതിയെ മാറ്റിയത്, സ്വഭാവഭാവങ്ങളെ മാറ്റിയത്, ദുസ്വഭാവികളെ മുഴുവനും മാറ്റിയത് അവിടുത്തെ ഇൽമാണ്. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, നിങ്ങളെ വിശ്വസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഇസ്ലാമിലൊരു അംഗമാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ഒരുപാട് അനാവശ്യങ്ങൾ സ്വായത്തമാക്കിയവനാണ്. അവിടുന്ന് ചോദിച്ചു, എന്തൊക്കെ? ഞാൻ കളവ് നടത്തുന്നവനാണ്, കള്ളം പറയുന്നവനാണ്, വേശ്യാവൃത്തി ചെയ്യുന്ന ആളാണ്, അതുപോലെ തന്നെ ആക്രമിക്കുന്ന ആളാണ്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ദുസ്വഭാവങ്ങൾ എന്നിൽ നിലനിൽക്കുന്നുണ്ട്. എല്ലാം കൂടി ഒഴിവാക്കിയിട്ട് വരണം എന്ന് പറഞ്ഞാൽ എനിക്കതിൽ പ്രയാസമുണ്ട്. ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയിട്ട് വരണമെന്ന് പറഞ്ഞാൽ ഞാൻ വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ശരി, ഒറ്റ ഒന്ന് നീ ഒഴിവാക്കിയാൽ മതി. കള്ളം നീ പറയരുത്, കളവ് നീ പറയരുത്. ആ ഒരൊറ്റ നിബന്ധനയിൽ നീ ഇസ്ലാം മതം സ്വീകരിച്ചോ, നിനക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊരുങ്ങും. ആ ഒരു മാർഗത്തിൽ ആ ഒരു വാഗ്ദാനം സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഷഹാദത്ത് കലിമ ചൊല്ലി നല്ല സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയ ആ ചെറുപ്പക്കാരൻ, സുബ്ഹാനല്ലാഹ്, അന്ന് വൈകുന്നേരമാകുമ്പോ സഹോദരങ്ങളെ തൻ്റെ കൂട്ടുകാര് വരുന്നു. കൂട്ടുകാര് വന്നിട്ട് പറയുന്നു, ഇതുവരെ നമ്മൾ പ്രവേശിക്കാത്ത നല്ലൊരു വീടുണ്ട്, ഒരുപാട് സമ്പത്ത് ആ വീട്ടിലുണ്ടാകാൻ ചാൻസ് ഉണ്ട്, മോഷണം നടത്താൻ നീ വരുന്നോ? അവര് വന്ന് വിളിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? കുറച്ചു നേരം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാനില്ല, നിങ്ങൾ പോയിക്കോളൂ. ഞാനില്ല, നിങ്ങൾ പോയിക്കോളൂ. എന്താ നിങ്ങൾ വരാത്തത്? ഞാൻ നിങ്ങളോട് സഹോദരിമാര് ഒന്ന് നിശബ്ദരായിരുന്നാൽ ഒന്നുകൂടി ഹൈറാണ് എന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. നല്ല അതുപോലെ ഇരിക്കും സഹോദരിമാർ. അവർ നേരത്തെ വന്നവരും നമ്മളെ സദസ്സ് വീക്ഷിക്കുന്നവരൊക്കെയാണ്. മറ്റുള്ളവർ കൂടി കേൾക്കാൻ സൗകര്യത്തിൽ എല്ലാവരും ഒന്ന് സഹകരിച്ചിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തും. ഇരിക്കട്ടെ, ഞാൻ നിങ്ങളെ കൂടെ വന്ന് മോഷണം നടത്തിയാൽ സംഗതി വശാൽ ഞാൻ നാളെ മദീനയിൽ പോയി എന്ന് കൂട്ടിക്കോളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട്, നീ കളവ് നടത്തിയോ, മോഷണം നടത്തിയോ എന്ന് ചോദിച്ചാൽ എൻ്റെ മാനം കാക്കാൻ വേണ്ടി ഞാൻ പറയണം ഇല്ല. പക്ഷെ ഞാൻ അവിടുത്തോട് പറഞ്ഞ വാഗ്ദത്തം കള്ളം പറയില്ല എന്നല്ലേ. ഇനി അഥവാ ഉണ്ട് എന്ന് പറഞ്ഞാലോ എൻ്റെ കൈ മുറിക്കപ്പെടും. അതെന്നേക്കുമായിട്ട് എന്നിൽ കാണുന്നൊരു കറയാണ്. കാണുന്ന ആളുകളൊക്കെ പറയുന്നത്, ആ കൈ മുറിച്ചിട്ടുണ്ട്, എന്തോ കട്ടെടുത്തിട്ടുണ്ട് എന്ന് പറയില്ലേ. അതുകൊണ്ട് ഞാനില്ല, നിങ്ങൾ പോയിക്കോളൂന്ന് പറഞ്ഞു. അവരെ വിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു ടീം വന്നു, അതും ഇവരെ കൂട്ടുകാരനെ. അവർ വന്നിട്ട് പറഞ്ഞു, നല്ല ഒരു ചാൻസാണ് ഇപ്പോൾ, ഗോൾഡൻ ചാൻസ്. ഇതുവരെ കാണാത്തത്രയും സൗന്ദര്യമുള്ള നല്ലൊരു പെണ്ണ് ഒത്തു വന്നിട്ടുണ്ട്, നീ വരുന്നു, വേശ്യാവൃത്തിക്കാ ക്ഷണിക്കുന്നത്. അപ്പം അദ്ദേഹം അങ്ങനെ ചിന്തിച്ചിട്ട് പറഞ്ഞു, ഞാനില്ല, നിങ്ങൾ പോയിക്കോളൂ. എന്താ നീ വരാത്തത്? ഞാൻ നിങ്ങളെ കൂടെ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മുന്നിൽ ഞാൻ പെട്ടുപോയാൽ, വ്യഭിചരിച്ചോ എന്ന് എന്നോട് ചോദിച്ചാൽ എൻ്റെ മാനം കാക്കാൻ വേണ്ടി ഞാൻ പറയണം ഇല്ല, അത് കളവായി പോകും. ഇനി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാലോ എനിക്കതിൻ്റെ ശിക്ഷ നൽകും. ആ ശിക്ഷ സ്വകാര്യമായിട്ടല്ല, ആളുകളുടെ സാന്നിധ്യത്തിൽ വെച്ചാണ്.
സ്വകാര്യമായിട്ടല്ല, ഒരാൾ മാത്രം ശിക്ഷിക്കുന്ന ശിക്ഷയല്ല. ഞാൻ അവിവാഹിതനായതുകൊണ്ട് 100 അടി എനിക്കടിക്കും. ആ 100 അടി കാണാനും സാക്ഷിയാകാനും ജനക്കൂട്ടുണ്ടാകും അവിടെ. അത് വലിയൊരു മനക്കേടല്ലേ? അതുകൊണ്ട് ഞാനില്ല, നിങ്ങൾ പോയിക്കോളൂ. പിറ്റത്തെ ദിവസം മദ്യപാനികൾ വന്നു. അവരോട് പറഞ്ഞു, നിങ്ങളെ കൂടെ വന്ന് ഞാൻ മദ്യപാനം നടത്തിയാൽ ഇതെങ്ങാനും പൊളിഞ്ഞാൽ 40 അടി, അതിനും ആൾക്കാർ സാക്ഷി ഉണ്ടാവും. അതുകൊണ്ട് ഞാനില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ സ്വഹാബി ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, വല്ലാത്തൊരു പണിയാണ് നിങ്ങൾ ചെയ്തത്. എന്തേന്ന് വെച്ചു, എൻ്റെ ദുസ്വഭാവങ്ങൾ മൊത്തം നീങ്ങാൻ എന്നിലുള്ള ഏറ്റവും വലിയ ദുസ്വഭാവം നിങ്ങൾ പിടിച്ചു കെട്ടിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ശരിയാണ്, ഏറ്റവും വലിയ ദുസ്വഭാവമാണ് കളവ്. കളവാണ് ഏറ്റവും വലിയ ദുസ്വഭാവം. ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ വ ഇന്നൽ ഫുജൂറ യഹ്ദി ഇലൻ നാർ വ ഇന്നർ റജുല ലയക്ദിബു ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബൻ. കളവ് മനുഷ്യനെ അസാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകും. അനാവശ്യങ്ങളിലേക്ക് അവന് വഴി കാണിച്ചു കൊടുക്കും. കള്ളം പറയുന്നത്, അനാവശ്യങ്ങൾ സ്വീകരിക്കുന്ന മനുഷ്യൻ പരാജിതനായി നരകത്തിൽ പോകേണ്ടി വരും. അതുകൊണ്ടാണ് കളവ് ആദ്യം പിടിച്ചു കെട്ടിയപ്പോൾ മുഴുവൻ ദുസ്വഭാവങ്ങളും നീങ്ങി. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എത്ര കൃത്യമായിട്ടാണ് സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇൽമാണ് ഇവിടെയൊക്കെ തങ്ങൾ പകർത്തു കൊടുക്കുന്നത്. ദേഷ്യം പിടിച്ചു വരുന്ന ആൾക്കും വൈരാഗ്യത്തോടെ വരുന്ന ആൾക്കും ചീത്ത പറഞ്ഞു വരുന്ന ആൾക്കും ഒക്കെ തങ്ങൾ കൊടുക്കുന്ന മരുന്ന് ഒന്നാണ്, ഇൽമ്. ദേഷ്യം പിടിച്ചു വന്ന് മുന്നിൽ ഇങ്ങനെ ചീത്ത പറയാണ് ഒരാൾ, അയാൾക്കും കൊടുക്കുന്നത് എന്താണ്? ഇൽമാണ് കൊടുക്കുന്നത്. ആ ഇൽമു കൊണ്ട് അയാളെ സ്വഭാവം പോയി, ദുസ്വഭാവം പോയി, നന്നായി മാപ്പപേക്ഷിച്ച് മേലാലിനി ഞാൻ ഇങ്ങനൊന്നും പറയില്ല, നല്ലവർക്ക് ജീവിക്കാം. കുടുംബ കലഹം ഉണ്ടാക്കുന്ന ആൾക്കും എന്താ കൊടുക്കുന്നത്? ഇൽമാ കൊടുക്കുന്നത്. കുടുംബത്തിൻ്റെ മാഹാത്മ്യം പഠിപ്പിച്ച് എങ്ങനെ ജീവിക്കണം, എങ്ങനെ ബന്ധം പുലർത്തണം, ഓരോന്നും വിശദീകരിച്ച് തർക്കങ്ങൾ പരിഹരിച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിർദ്ദേശം നമ്മളോട്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കണം. എങ്ങനെ കാത്തു സൂക്ഷിക്കണം? നരകത്തിൽ നിന്ന് സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? നരകത്തിൽ പോകാൻ സാധ്യതയുള്ള മുഴുവൻ മാർഗങ്ങളിൽ നിന്നും സ്വഭാവങ്ങളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കണം. അതിന് പറ്റുന്ന ഇൽമു സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നന്നാവണം. ഞാൻ ആ വഴിക്ക് പോയാൽ അത് നരകത്തിൻ്റെ ഒരു ഭക്ഷണമാണ്. ഞാൻ ഈ വഴിക്ക് പ്രവേശിച്ചാൽ നരകത്തിൽ ചാടാനുള്ള കാര്യമാണ്. ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ എൻ്റെ ജീവിതം പരാജയമാണ്. ഞാൻ ഇങ്ങനെ പെരുമാറിയാൽ എൻ്റെ ആഖിബത്ത് മോശമാണ്. നരകത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിൻ്റെ നിർദ്ദേശം, വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബങ്ങളെയും. കുടുംബങ്ങളെ എങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം? ഈ ആയത്ത് വിശദീകരിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു, മക്കൾ, ഭാര്യമാര്, സഹോദരി സഹോദരങ്ങൾ അടങ്ങുന്ന കുടുംബങ്ങൾക്ക് 2 കാര്യങ്ങൾ പകർന്നു നൽകണം. അല്ലിമൂഹും വഅദ്ദിബൂഹും, അവർക്ക് ഇൽമു പകർന്നു കൊടുക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. എൻ്റെ രക്ഷിതാക്കളോട് ഞാൻ എൻ്റെ ബാധ്യത എന്ന നിലക്ക് ഞാൻ പറയട്ടെ, 12ാം ക്ലാസ് 12 വരെയുള്ള ഉസ്താദേ, 12ാം ക്ലാസ് വരെ പഠിപ്പിക്കപ്പെടുന്ന നമ്മുടെ ഈ മദ്രസ സംവിധാനം ഒരിക്കൽ പോലും 5ാം ക്ലാസ്സിൽ വെച്ചിട്ട് നിർത്തിപ്പോകരുത്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായാലും ഇൽമു പഠിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. അങ്ങനെ മനസ്സിലാക്കി ചില ആൾക്കാർ. കുട്ടിക്ക് പ്രായപൂർത്തിയായതുകൊണ്ട് ഇനി ഉസ്താദ്മാർ കാണാൻ പാടില്ല, ടീച്ചർമാർ മാത്രം കാണാൻ പറ്റുള്ളൂ. അങ്ങനൊന്നുമില്ല. അങ്ങനെ ഒരു സിദ്ധാന്തമുണ്ടോ? അലിഖിതമായൊരു വാദമുണ്ട് അങ്ങനെ. മദ്രസ പോയ പ്രശ്നമാണ്, മദ്രസ കിട്ടിയതും പൊളിഞ്ഞാടിയാലോ? മദ്രസ കിട്ടിയതും പൊളിഞ്ഞാടൊന്നുമില്ല. പക്ഷെ നമ്മുടെ മക്കൾക്ക് ജീവിതം അറിയണമെങ്കിൽ പഠിക്കണം, നന്നായി പഠിക്കണം, വസ്തുതാപരമായി വിശാലമായി പഠിക്കണം. 7ാം ക്ലാസ്സിൻ്റെ മേലോട്ടൊന്ന് കയറ്റി നോക്കി നിങ്ങൾ, ഫുള്ള് അങ്ങനല്ലേ. പലയിടത്തും നമ്മൾ വാദിന് പോയി കൊടുത്ത് മദ്രസ ഉദ്ഘാടനത്തിനും അതുപോലെ തന്നെ ഫത്തഹെ മുബാറക്കിനും അതിൻ്റെ ശേഷം മദ്രസ രക്ഷിതാക്കളെ ക്ലാസ്സിനൊക്കെ പോയെടുത്ത് ഇഷ്ടം പോലെ കുട്ടികൾ പഠിക്കാനുള്ള മദ്രസയിൽ 7 മുതൽ അങ്ങോട്ട് നോക്കിയാൽ
10 വിരലിൻ്റെ ഉള്ളിൽ തീരുകയാണ്. അതും അവർക്കാകെ രാവിലെ 1 മണിക്കൂറാണ്. ഉസ്താദുമാർ എത്രയോ സാഹസികമായിട്ട് അവർ വരുന്നത് 7:35 7:55 പോകണം. ഇതൊക്കെ കൂടി ഉരുട്ടി എങ്ങനെ കൊടുക്കുക? എന്തെങ്കിലും പകർന്നു പഠിപ്പിക്കണ്ടേ? നമ്മൾ സഹായിക്കണം മക്കളെ നേരത്തെ എത്തിക്കാൻ. അതിനാണ് ഞാനും നിങ്ങളൊക്കെ രക്ഷിതാക്കളായത്. അല്ലാതെ എത്ര മക്കൾ എനിക്കുണ്ടെന്ന് ആൾക്കാരോട് പറയാനല്ല. അതേതെങ്കിലും റേഷൻ കാർഡിൽ എഴുതിയിട്ട് അരി 40 കിലോനോ 35 കിലോനോ കിട്ടാനല്ല. കറക്റ്റായിട്ട് നമ്മുടെ ദീനീ ദഅവത്ത് നമ്മുടെ കുടുംബത്തിലാണ് നടത്തേണ്ടത്. ആദ്യമായിട്ട് ഞാൻ എൻ്റെ കുടുംബത്തിലാണ് ആദ്യം നടത്തേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബത്തിലാണ്. അതിൻ്റെ ഒരു ഫോർമുലയാണ് ദീനിയായ ഇൽമ് മക്കൾക്ക് പകർന്നു കൊടുക്കണം. പെൺകുട്ടികളെ ഒരു കാരണവശാലും നിർത്താൻ പാടില്ല. കാരണം പെൺകുട്ടികളുടെ ജീവിതത്തിൽ ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടുന്ന ക്ലാസ് 5-ന് ശേഷമുള്ള മുതിർന്ന ക്ലാസ്സുകളാണ്. 8ാം ക്ലാസ്സിലെ ഫിഖ് ഒന്ന് മറിച്ചു നോക്കൂ നിങ്ങൾ. സ്ത്രീകൾ മാത്രം അറിയേണ്ട വിശദമായ വിഷയങ്ങളാണ്. അവരനുഭവിച്ചുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ആ ഒരു പ്രായം. ഹൈൽ, നിഫാസ്, ഇസ്തിഹാലത്തുമായി ബന്ധപ്പെട്ട വിശദമായ രൂപങ്ങൾ. അതറിയാത്ത ആളുകൾക്ക് ഒക്കെ ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. ആൾക്ക് എന്തായാലും ഹൈലാണ്, എന്തായാലും ഹൈല. ഇസ്തിഹാലത്ത് അറിയില്ലല്ലോ. ഇസ്തിഹാലത്തുള്ള പെണ്ണ് തന്നെ 3 ഐറ്റംസ് ഉണ്ട്. നമ്മുടെ നാട്ടിലുണ്ട് 3 ഐറ്റംസ്. വെറുതെ പറഞ്ഞൊന്നുമല്ല, നാട്ടിലെ ജനങ്ങളിലുണ്ട് 3 തരം ആളുകൾ. അതൊന്ന് വിശദീകരിച്ചാലേ ഇപ്പം നല്ലോണം പഠിപ്പിച്ചു കൊടുക്കുക കുട്ടിയൊക്കെ. പ്രധാനമായിട്ടും ആദ്യമായിട്ട് അങ്ങനെ സംവിധാനം വരുന്ന ഒരു തരം സ്ത്രീകളുണ്ട്. നേരത്തെ അങ്ങനെ പതിവുള്ളവരും ആർത്തവരക്തവും രോഗരക്തമായ ഇസ്തിഹാദത്തും തിരിച്ചറിയാൻ കഴിവുള്ള പെണ്ണുണ്ട്. ഒന്നും തിരിച്ചറിയാൻ കഴിവില്ലാത്ത മുത്തഹയ്യിറത്ത് പരിഭ്രമിക്കുന്ന പെണ്ണുണ്ട്. 3നും 3 രീതിയിലാണ് വിഷയങ്ങളുള്ളത്, മസ്അലകളുള്ളത്. അതറിഞ്ഞിട്ടില്ലെങ്കിൽ അവരെ നിസ്കാരത്തെയും ജീവിതത്തെയും മക്കളെ പരിപാലനത്തെയും ഒക്കെ ബാധിക്കും. അത് അറിയണം, നിർബന്ധമായിട്ടറിയണം. കർമ്മശാസ്ത്ര മേഖലകളിൽ പഠിക്കാൻ ആഴത്തിലുള്ള വിഷയങ്ങളൊക്കെ പഠിക്കണം. എങ്ങനെയാണ് നല്ല കുടുംബജീവിതം? ഞാനൊരു ഭർത്താവായിട്ട് നിലനിൽക്കുന്ന ആളാകുമ്പോൾ എൻ്റെ ബാധ്യതകൾ എന്തൊക്കെയാണ്? എൻ്റെ സഹധർമ്മിണിയോട് നിർബന്ധ ബാധ്യതകൾ എന്തൊക്കെയാണ്? സുന്നത്തായ ബാധ്യതകൾ എന്തൊക്കെയാണ്? മക്കളെ പരിപാലിക്കേണ്ട മുറകൾ എങ്ങനെയാണ്? അത് പഠിപ്പിക്കപ്പെടുന്ന തലങ്ങളാണ് 9, 10. ഒരു പെണ്ണും ഒരാണിൻ്റെ കീഴിൽ കുടുങ്ങാൻ പാടില്ല. ജീവിതത്തിൽ പ്രയാസപ്പെടുത്തുന്ന ഒരു പുരുഷനെയാണ് കിട്ടിയതെങ്കിൽ അവളെ വിവാഹ ജീവിതം, കുടുംബജീവിതം നേരായ വഴിക്ക് പോകാൻ വഴികളുണ്ട്, മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളെപ്പറ്റി പഠിക്കുന്ന ഭാഗങ്ങൾ അറിയണ്ടേ? ദുസ്വഭാവിയായ ഭർത്താവിനെ സൽസ്വഭാവിയാക്കേണ്ടത് എങ്ങനെ? അത് പഠിക്കണ്ടേ? അതിന് ഉമ്മമാരൊരിക്കലും പെൺകുട്ടികളെ 5ാം ക്ലാസ്സിൽ നിന്ന് 7ാം ക്ലാസ്സിൽ നിന്ന് വേറെ എന്തെങ്കിലും പേടിയൊക്കെ പറഞ്ഞ്, പണ്ടൊക്കെ ഒരു പോത്താമ്പി വരുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും പോലെ പേടിപ്പിച്ചിട്ട് നിർത്തരുത്. അവരെ പഠിപ്പിക്കണം. പഴയകാലത്ത് ഉമ്മമാർക്ക് എന്തൊരു വിവരമായിരുന്നു നോക്ക് നിങ്ങൾ, എന്തൊരു ഇൽമായിരുന്നു അവർക്ക്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ഉമ്മുൽ ഖൈർ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ കഠിനാധ്വാനം ചെയ്ത് പഠിപ്പിച്ചത് ആ മാതാവാണ്. പക്ഷെ ആ ഉമ്മ ഒരു സാധാരണ ഉമ്മയല്ല സഹോദരിമാരെ, പണ്ഡിത വനിതയാണ്. ഉസ്താദുമാർക്ക് കീഴിൽ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചത് കോടതിയിൽ വരെ ഉപയോഗപ്പെടുത്താൻ ആ ഉമ്മക്ക് കഴിഞ്ഞു. ഇൽമുകൊണ്ടാണത്. ഒരു വിഷയത്തിൽ സാക്ഷി പറയാൻ ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ഉമ്മയും കൂട്ടുകാരിയും കോടതിയിൽ വന്നപ്പോൾ ജഡ്ജി പറഞ്ഞു ആ 2 പെണ്ണുങ്ങളെയും 2 ഭാഗത്തേക്ക് നിർത്തണം എന്ന് പറഞ്ഞു. ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ഉമ്മ പറഞ്ഞു ജഡ്ജിയോട്, അരുത്, വിവരക്കേട് പറയരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ ജഡ്ജിയാണ്, വിവരമുള്ള ആളായിട്ടാണ് നിങ്ങൾ ആ പോസ്റ്റിൽ ഇരിക്കുന്നത്, വിവരക്കേട് പറയരുത്. 2 പേരെയും ഒരുമിച്ച് നിർത്താനാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. എന്തിനാണ് ഒരു ആണിന് പകരം 2 പെണ്ണിനെ അല്ലാഹു തആല വെച്ചത്? ചോദിച്ചു ജഡ്ജിയോട്, എന്തിനാ വെച്ചത്? എന്താണ് അതിന് കാരണം പറഞ്ഞത്? ഫതുലില്ല ഇഹ്ദാഹുമാ ഫതുദക്കിറ ഇഹ്ദാഹുമൽ ഉഖ്റാ.
ഒരു പെണ്ണിന് എന്തെങ്കിലും കാര്യം പറയാൻ മറതി സംഭവിച്ചു പോയാൽ, കൃത്യമായി ഓർമ്മയില്ലാതെയായിപ്പോയാൽ മറ്റേ പെണ്ണ് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. അത് രണ്ട് ഭാഗത്തേക്ക് നിർത്തിയാൽ എങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കുക? രണ്ടാളെ ഒരുമിച്ചല്ലേ നിർത്തേണ്ടത്? ഒരു പെണ്ണിന്റെ സഹായത്തിനാണല്ലോ മറ്റേ പെണ്ണിനെ അല്ലാഹുത്തആല വെച്ചിരിക്കുന്നത്. രണ്ട് സ്ത്രീകൾ അതിനല്ലേ അല്ലാഹുത്തആല വെച്ചത്. വസ്തശ്ഹിദൂ ഷഹീദൈനി മിൻ റിജാലിക്കും, നിങ്ങളെ പുരുഷന്മാരിൽ നിന്ന് രണ്ട് സാക്ഷികളെ നിങ്ങൾ തേടണം. ഫഇല്ലം യകൂനാ റജുലൈനി ഫറജുലുൻ വംറഅതാൻ, രണ്ടാണുങ്ങളെ കിട്ടിയില്ലെങ്കിൽ ഒരാണും രണ്ട് പെണ്ണും. അൻതളില്ല ഇഹ്ദാഹുമാ ഫതുദക്കിറ ഇഹ്ദാഹുമൽ ഉഖ്റാ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ആയത്ത് ഓതിയിട്ട് വിഷയം വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ജഡ്ജി പറഞ്ഞു, ശരി, നിങ്ങൾ പറഞ്ഞ തന്നെയാണ് സത്യം, മാറി നിൽക്കേണ്ട ഒരേ ഭാഗത്ത് നിന്നോളൂ. അപ്പൊ വിഷയം പറഞ്ഞ് തിരുത്തണമെങ്കിൽ വിഷയം അറിയണം, ഇൽമ് വേണം. ഇൽമില്ലാതെ തിരുത്തേണ്ടവരെ തിരുത്താൻ കഴിയില്ല, നന്നാക്കേണ്ടവരെ നന്നാക്കാൻ കഴിയില്ല. മക്കളെ നന്നാക്കണോ, ബാപ്പക്ക് ഉമ്മക്ക് ഇൽമ് വേണം. എങ്ങനെ അവരെ നന്നാക്കണം, എന്തെല്ലാം ഐഡിയകൾ പ്രയോഗിക്കണം, എന്തെല്ലാം പ്രചോദനങ്ങൾ നൽകണം, ഏതെല്ലാം തരത്തിൽ ഉപദേശങ്ങൾ നൽകണം, അവരെ മനസ്സെങ്ങനെ സ്വാധീനിക്കണം, അവരെ സ്വഭാവം എങ്ങനെ മാറ്റണം, അവരെ വാശി എങ്ങനെ മാറ്റണം, എങ്ങനെ നമുക്ക് പ്രിയപ്പെട്ടവരായി അനുസരണശീലമുള്ളവരായി മക്കളെ മാറ്റിയെടുക്കണം, അതിൻ്റെ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കപ്പെടുന്ന മേഖലകൾ അറിയണമെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. നിർബന്ധപൂർവം രക്ഷിതാക്കൾ അതിന് ശ്രമിക്കണം. അല്ലെങ്കിൽ ഒരു ജീവിതം അങ്ങനെ ജീവിച്ചു പോകും. കുട്ടികളെ എത്രയും നോക്കുമ്പോൾ അതിന് എണ്ണം പറയും, അവർക്കും മക്കളുണ്ടാവും, അതങ്ങനെ പോകുന്നല്ലാതെ വിജയത്തിൻ്റെ വഴികളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. നല്ലോണം അറിയണം, നല്ലോണം പഠിപ്പിക്കണം. പ്രധാനമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പേര് മാത്രം ഇട്ടാൽ ബാപ്പയുടെ ബാധ്യത തീരൂല. നല്ല അദബ് പഠിപ്പിക്കണം, ബാപ്പക്ക് ഉമ്മക്ക് ബാധ്യതയാണ്. എഴുത്ത് പഠിപ്പിക്കണം മക്കളെ, ഓത്ത് പഠിപ്പിക്കണം മക്കളെ, ഖുർആൻ ഓതാൻ കുട്ടികളെ പഠിപ്പിക്കണം. ഭാഷകൾ നന്നായി സംസാരിക്കാനും എഴുതാനും മക്കളെ പഠിപ്പിക്കണം. ഭാഷ പഠിപ്പിക്കണം, അറബി ഭാഷ മാത്രമല്ല മറ്റു ഭാഷകളും പഠിപ്പിക്കണം. സെയ്ദ് ബിനു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ അറിയൂലേ സഹോദരങ്ങളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഹി എഴുതുന്ന കാത്തിബുൽ വഹിയാണ് മഹാൻ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സമ്മതത്തോടെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഖുർആൻ ഒരുമിച്ച് കൂട്ടുന്നതിന് നേതൃത്വം നൽകിയ മഹാനാണ് സെയ്ദ് ബിനു സാബിത്ത് റളിയല്ലാഹു അൻഹു. സ്വഹാബിമാർക്കിടയിൽ വലിയൊരു സ്ഥാനം ആ മഹാനുണ്ടായിരുന്നു. വഹി എഴുതാൻ ഭാഗ്യം കിട്ടിയ ആള് എന്ന നിലക്കൊരു സ്ഥാനം ചെറിയ സ്ഥാനമല്ല. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഓതിക്കൊടുക്കുന്ന വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചിത സ്വഹാബിമാരെ വിളിച്ച് ഓതിക്കൊടുക്കും. അതിലേറ്റവും കൂടുതൽ എഴുതാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ആ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് തങ്ങൾ പറഞ്ഞു, സെയ്ദേ, നിങ്ങൾ പോയിട്ട് ഫാരിസി പഠിച്ചു വരണം, പേർഷ്യൻ ഭാഷ പഠിച്ചു വരണം. ചിലർ പറയും ഇസ്ലാമിലെ ആളുകൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിന് എതിരാണ്. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിക്കാൻ പറയുന്ന ഭാഷ നോക്ക്. നിങ്ങൾ ഖുർആനിന്റെ ഭാഷയാണോ പേർഷ്യൻ ഭാഷ? ഹദീസിന്റെ ഭാഷയാണോ പേർഷ്യൻ ഭാഷ? അല്ലല്ലോ സഹോദരിമാരെ. കാത്തിബുൽ വഹയായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് പേർഷ്യൻ ഭാഷ പോയി പഠിക്കാൻ അല്ലാഹുവിന്റെ റസൂല് നിർദ്ദേശിക്കുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മുടെ മക്കൾക്ക് എഴുത്ത് പഠിപ്പിക്കണം, ഓത്ത് പഠിപ്പിക്കണം. വശ്യമായി ഓതാനുള്ള നല്ല ശൈലിയും അതിനുള്ള കഴിവും മിടുക്കും അവർക്ക് നൽകണം. ബാപ്പമാര് ഉമ്മമാര് എല്ലാ നന്മയിലും മക്കളെ സഹായിക്കണം. നന്മകളിൽ സഹായിക്കുന്ന ബാപ്പക്ക് ഉമ്മക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയുണ്ട്, റഹിമല്ലാഹു വാലിദൻ. ബാപ്പക്ക് ഉമ്മക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അആന വലദഹു അലാ ബിദ്ദിഹി. സ്വന്തം മക്കളെ നന്മയിൽ സഹായിച്ച ബാപ്പ, സ്വന്തം മക്കളെ നന്മയിൽ പഠിപ്പിച്ച ബാപ്പ,
ഉമ്മമാരെ, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് മഹാനവറുകളെ പഠിപ്പിച്ചത്. കുട്ടിക്കാലത്ത് തന്നെ ഉപ്പ മരണപ്പെട്ടു പോയില്ലേ, ആ ഉമ്മയാണ് ചില്ലറ ജോലിയെടുത്ത് മകനെ പഠിപ്പിക്കുന്നത്. പഠിപ്പിച്ച് വളർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കാണിച്ചത്. വരിസംഖ്യ കൊടുത്തിട്ട് ഇനി കൊടുക്കാനില്ലാതെ വന്നപ്പോ പഠിപ്പിക്കുന്ന ഉസ്താദ് പറഞ്ഞു, ഷാഫി മാമതങ്ങൾ എന്ന കുട്ടിയോട് ഇബ്നു ഇദ്രീസിനെ വിളിച്ചു പറഞ്ഞു, മോനെ മുഹമ്മദേ, നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി നിന്റെ ഉമ്മ തന്ന കാശിന്റെ കാലാവധി തീർന്നുപോയി. വരിസംഖ്യാ സംവിധാനം നേരത്തെ ഉണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. കൊടുക്കുന്നവരതൊക്കെ കൃത്യമായി കൊടുത്ത് സഹായിക്കണം, സഹകരിക്കണം. സുബ്ഹാനല്ലാഹ്, ഇവിടെ നല്ല സഹകരണമുള്ള നാട്ടുകാരാണ്. അതുകൊണ്ടല്ലേ ഇത്രയും നല്ല സുന്ദരമായ ബിൽഡിങ് ഇവിടെ നിർമ്മിക്കാൻ എല്ലാവരും സഹായിച്ചത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വാഗ്ദത്തങ്ങൾ ഇനിയും പടിപടിയായി നൽകിയിട്ട് ബാധ്യതകളൊക്കെ നമ്മൾ നിർവഹിക്കണം, നിറവേറ്റണം. പോരായ്മകൾക്ക് വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ ചെയ്യണം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ നൽകിയ വരിസംഖ്യ തീർന്നു എന്ന് പറഞ്ഞപ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു ഉസ്താദിനോട്, എങ്കിൽ ഉസ്താദേ എന്നെ പ്രത്യേകം പഠിപ്പിക്കണമെന്നില്ല, ഞാനിവിടെ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് ഇൽമു കേട്ടുകൊള്ളാം. എന്നെ പ്രത്യേകം പഠിപ്പിക്കണ്ട, മറ്റേ കുട്ടികളൊക്കെ പ്രത്യേകം ഉസ്താദ് പഠിപ്പിച്ചോളൂ, ഞാനൊരു ഭാഗത്ത് ഇരുന്നിട്ട് കേട്ടോട്ടെ, അതിന് തടസ്സമില്ലല്ലോ. മോൻ കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ ആ കുട്ടിയെ പ്രത്യേകം പഠിപ്പിക്കാൻ നേരത്തെ നിർദ്ദേശിക്കപ്പെട്ടിരുന്ന തുക, അതിൻ്റെ കാലാവധി ഒക്കെ കഴിഞ്ഞു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്ന നല്ല ബുദ്ധിമാനായ കുട്ടി വിദ്യാർത്ഥി അവിടെ ഇരുന്ന് ഉസ്താദ് പുറത്തേക്ക് പോകുന്ന നേരം നോക്കിയിട്ട് കൂട്ടുകാരെ പഠിപ്പിക്കും. ഉസ്താദ് എന്തെല്ലാം ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തോ, ഉസ്താദ് പഠിപ്പിക്കുന്ന രൂപത്തിൽ കുട്ടികളെ നന്നായി പഠിപ്പിച്ച് റെഡിയാക്കും. അങ്ങനെ 1-2 തവണ ഉസ്താദ് പുറത്തുനിന്ന് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് പോയി പുറത്തുനിന്ന് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഈ കുട്ടികൾ നല്ല മിടുമിടുക്കരായി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളോട് ചോദിച്ചു, ബാക്കിയുള്ള കുട്ടികളോട്, നിങ്ങൾ മുമ്പുള്ളത് പോലെയല്ലോ, നല്ല മാറ്റം ഉണ്ടല്ലോ നിങ്ങൾക്ക്, നിങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുത്തിട്ടുണ്ടല്ലോ. അപ്പം അവർ പറഞ്ഞു, ഉസ്താദേ ഇതാ ഈ ഖുറൈശിക്കുട്ടി, ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ഖബീല ഖുറൈശ് ഖബീലയാണ്. ഈ ഖുറൈശിക്കുട്ടി ഉസ്താദ് പുറത്തു പോയപ്പോൾ ആ ഒരു ചാൻസിൽ ഞങ്ങളെ പഠിപ്പിച്ചു, ഞങ്ങളെ നന്നായി പഠിപ്പിച്ചു. ഓരോരുത്തരെയും പറഞ്ഞ് ചൊല്ലി എഴുതി പഠിപ്പിച്ചു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, മോനെ എനിക്ക് പണി കുറഞ്ഞു, ഇനി നിങ്ങൾക്ക് മാത്രം പഠിപ്പിച്ചാൽ മതിയല്ലോ, എല്ലാ കുട്ടികളെയും പഠിപ്പിക്കേണ്ടതില്ലല്ലോ, എനിക്ക് വേറെയും കുട്ടികളെ പഠിപ്പിക്കാമല്ലോ. നിങ്ങൾ ഒരാളെ മാത്രം പഠിപ്പിക്കുക, നിങ്ങളിവിടെ ചുമതല ഏൽപ്പിക്കുക, പിന്നെ അപ്പുറത്തുള്ള കുട്ടികളെ പഠിപ്പിക്കുക, എനിക്ക് സമയം ഒരുപാട് ലാഭിക്കാമല്ലോ. ഉസ്താദ് പറഞ്ഞു, മോനെ നിനക്ക് വരിസംഖ്യൊന്നും വേണ്ട, നിനക്ക് വരിയൊന്നും വേണ്ട, അല്ലാതെ തന്നെ മോനെ ഞാൻ പഠിപ്പിക്കാം. ഇൽമിനോടുള്ള വലിയ ദാഹം കൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ ഉസ്താദ് വീണ്ടും ഏറ്റെടുക്കുന്നു. വരിസംഖ്യയും മറ്റും ഒന്നും സ്വീകരിക്കാതെ തന്നെ പഠിപ്പിക്കുന്നു. ആ നല്ല ബുദ്ധിമാനായ കുട്ടി ചെറിയ പ്രായത്തിൽ തന്നെ വലിയ പാണ്ഡിത്യത്തിലേക്ക് ഉയരുകയാണ്. 10 വയസ്സാകുമ്പോ അന്നത്തെ അറബികളുടെ കൂട്ടത്തിൽ നടന്ന് അറബി ഭാഷ പഠിച്ച്, അറബി ഭാഷ പഠിക്കുന്നതിൻ്റെ ഭാഗമായി 10,000 കവിതകൾ ഹിഫ്ലാക്കി മനപ്പാടമാക്കി നന്നായി അറബി ഭാഷ പഠിച്ചു വശപ്പെടുത്തി. 16-ാമത്തെ വയസ്സാകുമ്പോ മക്കയിലെ പണ്ഡിതന്മാർ മുഴുവനും ഈ കുട്ടിക്ക്, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്ന കുട്ടിക്ക് ജനങ്ങൾക്ക് സംശയങ്ങൾക്ക് മറുപടി പറയാനുള്ള ഉത്തരവാദിത്തവും സമ്മതവും കൊടുക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് ആ കുട്ടി പഠനം നിർത്തുന്നില്ല. ഉമ്മയുടെ പ്രചോദനവും സന്തോഷവും ഒക്കെ മനസ്സിലാക്കി കുട്ടി മദീനയിലേക്ക് പോകുന്നു. ഉമ്മമാരെ, ഉപ്പമാരെ, ആധുനിക യുഗത്തിലെ സംവിധാനങ്ങൾക്ക് നടുവിലാ നമ്മൾ ജീവിക്കുന്നത് എന്നോർക്കണം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പഠിക്കുന്ന കാലം കഷ്ടപ്പാടിൻ്റെ കാലമാണ്. മഹാൻ പറയുന്നു, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഞാൻ പോകുമ്പോൾ 2 കൊട്ട തലയിലേറ്റിയാണ് പോകുന്നത്. മുന്തിരിയും ഈത്തപ്പഴവും അല്ല, ഇൽമ് എഴുതിയ മരക്കഷ്ണങ്ങളും എല്ലിൻ കഷ്ണങ്ങളും തോലിൻ കഷ്ണങ്ങളുമാണ് 2 കൊട്ടയിലും. എന്തുകൊണ്ടാണ് ഇൽമ് എഴുതിയിരിക്കുന്നത്? കരിയാണ് പ്രധാനമായും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്.
അടുപ്പിൽ വിറക് കത്തിക്കുന്ന കരിക്കട്ടയില്ലേ, ആ കരിക്കട്ടയും പെട്ടെന്ന് മാഞ്ഞു പോകാത്ത തരത്തിലുള്ള ഇലകളും ഉപയോഗിച്ചാണ് എഴുതുന്നത്. പേനയില്ല. പേനയുണ്ട്, പക്ഷേ ഈ വിദ്യാർത്ഥിക്ക് പേനയില്ല. പേപ്പറുണ്ട്, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അത് എത്തിയിട്ടില്ല. മദീനയിലെത്തുമ്പോൾ 2 കൊട്ടയും ഏറ്റിയിട്ടാണ് അവിടെ എത്തുന്നത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ ചേരാനാണ് പോകുന്നത്. ആ പോകുന്ന യാത്രയ്ക്ക് വിഘാതമായി അമ്മാവന്മാരുടെ ഉപദേശം വന്നു. ആകെ ഒരു കുട്ടിയല്ലേ ഉള്ളൂ, അതിനെ മദീനയിലേക്ക് വിടുക. പക്ഷെ ആ ഉമ്മ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, ആ ഉമ്മ ഉദ്ദേശിച്ചു, എൻ്റെ മകൻ ലോകത്തുള്ള ജനങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്ന വലിയൊരു പണ്ഡിതനായി മാറണം. നമ്മളൊക്കെ ഇന്ന് ഫർളും സുന്നത്തുമായുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിൽ വലിയൊരു കടപ്പാട് ഹിജ്റ 150 ജനിച്ച് 204 വഫാത്തായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനോടാണ് കടപ്പാട്. എത്ര നൂറ്റാണ്ട് കഴിഞ്ഞു സഹോദരങ്ങളെ, ഇത്രയും വലിയൊരു കടപ്പാട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് ഉണ്ടായിത്തീരാൻ കോടിക്കണക്കിന് ആളുകൾക്ക് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉപകാരം കിട്ടുന്ന രീതി ഉണ്ടാകാൻ കാരണം ആ ഉമ്മയുടെ കരുത്താണ്, ചങ്കുറപ്പാണ്. എൻ്റെ മോൻ പഠിക്കണം. ആര് വന്നിട്ട് പിന്തിരിപ്പിച്ചിട്ടും ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മുടക്കിയില്ല. ഉമ്മ പ്രചോദനം കൊടുത്തു, മോൻ പോയിക്കോ, മദീനയിലേക്ക് പോയിക്കോ. ആവുന്ന കാലത്തോളം പഠിച്ചു, എത്രയും കാലം പഠിച്ചോളൂ. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ബഗ്ദാദിലേക്ക് പോകാൻ സമ്മതം ചോദിക്കുമ്പോൾ മഹാനവറുകൾക്ക് വയസ്സ് 18. ഉമ്മ പറഞ്ഞു, മോനെ പോയിക്കോ. അവസാനത്തെ നെറ്റിയിലെയും മുഖത്തെയും ചുംബനം കൊടുക്കുന്ന സമയത്ത് ഉമ്മ പറഞ്ഞു, ഹാദാ വജുഹുൻ ലാ ഉറാഹു ഇലാ യൗമിൽ ഖിയാമാ. ഖിയാമത്ത് നാൾ വരെ ഈ മുഖം ഇനി ഞാൻ കാണില്ല. എൻ്റെ മോൻ പഠിക്കാനാണ് പോകുന്നത്. പഠനത്തിൽ എൻ്റെ മകൻ മുഴുകിക്കഴിഞ്ഞാൽ പിന്നെ നാട്ടിലേക്ക് വരാൻ അവന് തോന്നില്ല. നല്ല നല്ല കഴമ്പുള്ള ഉസ്താദുമാരെ കിട്ടിയാൽ അവരെ മുതലാക്കും. രാവും പകലും വ്യത്യാസമില്ലാതെ വിജ്ഞാനത്തിൻ്റെ വിവിധ വഴികളിലൂടെ സഞ്ചരിച്ചത് മുഴുവനും മനഃപ്പാടമാക്കും. കർമ്മകുശലതയോടെ പ്രവർത്തന രംഗത്തത് കൊണ്ടുവരും. ജനങ്ങളത് പഠിപ്പിക്കും, ആളുകളെ സമുദ്ധരിക്കും. എല്ലാ മാർഗങ്ങളിലേക്കും എൻ്റെ മകൻ പോകും. മകനെ യാത്രയാക്കുന്നു. പിന്നെ മരിക്കുന്നതിൻ്റെ മുമ്പ് ഒരിക്കൽ പോലും മുഹിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ അവിടുത്തെ കണ്ടിട്ടില്ല. 50 കൊല്ലമാണ് പഠന വഴിയിൽ ചെലവഴിച്ചത്. 40 കൊല്ലമാണ് ദീനീ പ്രബോധന മേഖലയിൽ ചെലവഴിച്ചത്. 90 കൊല്ലം ജീവിച്ച ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പഠന വഴിയിൽ 50 കൊല്ലം ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ പഠിക്കാൻ എത്രയും ഉണ്ട്. തീരാത്ത ഒരു ലോകമാണ് പഠന ലോകം. അറിവിൻ്റെ ലോകം ആർക്കും തീർക്കാൻ കഴിയാത്തൊരു ലോകമാണ്. പക്ഷേ കുറച്ചെങ്കിലും ആവുമ്പോളം പഠിക്കുന്നവർ കുറഞ്ഞു പോകുന്നത് വലിയ സങ്കടമാണ്. ഖിയാമത്ത് നാളിനോടനുബന്ധിച്ചുള്ള വിഷയം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, യക്സുറുൽ ജഹ്ലു, അജ്ഞത അധികരിക്കും, അറിവുകേട് അധികരിക്കും. ആളുകൾക്ക് എത്ര പേർക്കാണ് അറിവുകേട്? നേർക്കുനേരെ ചെയ്യേണ്ട നിർബന്ധമായ കർമ്മങ്ങളെപ്പറ്റി പലർക്കും അറിയില്ല. ഇപ്പം അടുത്ത് ഒരാൾ ഉളു കൊടുക്കുന്നത് കണ്ടപ്പോൾ ഉളു പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നു. സുബ്ഹാനല്ലാഹ്, ഒരു കയ്യിൽ വെള്ളം എടുത്തിട്ട് മുഖത്തിലേക്ക് തെളിക്കുന്നു. മുഖത്തിലൂടെ വെള്ളം ഒലിച്ച് ഇറങ്ങൽ ഷർത്തല്ലേ സഹോദരങ്ങളെ? പിന്നെ ഒരു കയ്യിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തൊട്ട് അതാ തടവുന്നു. കൈ തടവുകയല്ലല്ലോ വേണ്ടത്, കഴുകുകയല്ലേ വേണ്ടത്. വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങണം. കഴുകപ്പെടുന്ന അവയവങ്ങളിലൂടെ മുഴുവനും വെള്ളം ഒലിച്ചിറങ്ങുന്നത് ഷർത്താണ്. ഉളൂ ശരിയാകണമെങ്കിൽ നനവ് തട്ടിയാൽ പോരാ. അയാൾക്കത് അറിയില്ലായിരുന്നു. അയാൾ ഉളൂ കൊടുത്ത് നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് 35 കൊല്ലമായിട്ടുണ്ട്. അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ എന്ത് വിഷയങ്ങളാണ് അറിയുക കൃത്യമായിട്ട്. നജസ് ശുദ്ധീകരിക്കുന്ന കാര്യത്തിലൊക്കെ വലിയ പോക്ക് തന്നെയാണ്. ശുദ്ധീകരിക്കേണ്ടതുപോലെ ശുദ്ധിയായിട്ടില്ലെങ്കിൽ
ഏത് കാര്യമാണ് ശരിയാകുക സഹോദരങ്ങളെ? ശരിയാകണ്ടേ കാര്യങ്ങൾ? കൃത്യമായിട്ട് ശരിയാകണ്ടേ? ഒരു കുട്ടി വീട്ടിൽ മൂത്രമൊഴിച്ചു. ഇപ്പോഴുള്ള വീട് എന്ന് പറഞ്ഞാൽ മുമ്പത്തെ വീട് പോലെയല്ല. മുമ്പ് കരി തേച്ച വീടാകുമ്പോൾ ഒരു നനവെങ്കിലും അവിടെ ഇങ്ങനെ കുറേ കാലം നിൽക്കും. കാവി തേച്ച വീടാകുമ്പോഴും കടപ്പക്കല്ല് അങ്ങനെ പറഞ്ഞാൽ അവിടെ മനസ്സിലാവില്ലേ? കടപ്പ അത് ഒട്ടിച്ച വീടാണെങ്കിലും കുറച്ച് നേരം നനവ് കൂടുതൽ നിൽക്കും. ഇപ്പോഴുള്ള ഈ പുതിയ കല്ലുകളൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കും. ഒരു ഫാനോ കാറ്റോ തട്ടിയാൽ 2 മിനിറ്റ് കഴിഞ്ഞ് പോയി നോക്കിയാൽ ഒന്നും കാണൂല. മൂത്രമൊഴിച്ചിട്ടൊന്നുമില്ല, ആരാ വെറുതെ പറഞ്ഞാൽ? മൂത്രമൊഴിച്ചത് അവിടെ ഉണ്ട്, മൂത്രവും അവിടെയുണ്ട്, ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ കുളിച്ചു വരുന്ന ആൾ, ഉളു എടുത്ത് വരുന്ന ആൾ അതിലൂടെ ചവിട്ടിയിട്ടാണ് നേരെ മുസല്ലയിലേക്ക്. മുസല്ല നജസായി, ആ പോയ റൂമൊക്കെ നേസായി. ഈ നനഞ്ഞ കാലം കൊണ്ടല്ലേ വരുന്നത്. അയാളെ വസ്ത്രവും നേസായി. പിന്നെ ഏതാ ശരിയാകുക? നമ്മൾ ആലോചിക്കേണ്ടതാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെയുള്ള എത്ര മേഖലകൾ, അറിയാത്ത എത്ര മേഖലകളുണ്ട് കൃത്യമായിട്ട് അറിയാത്തത്. എല്ലാ വിഷയങ്ങളും അറിയണം, പഠിക്കണം, അറിയണം. അറിവിൻ്റെ കുറവ് കൊണ്ട് നഷ്ടം സംഭവിക്കരുത്. ട്രെയിൻ യാത്ര ചെയ്യുന്ന ആൾ നിസ്കാരം പഠിക്കണം. വിമാനയാത്ര ചെയ്യുന്ന ആൾ നിസ്കാരം പഠിക്കണം. ലാൻഡ് ചെയ്തിട്ട് നിസ്കരിച്ചാൽ പോരാ, കുറ്റക്കാരനായി മാറും. അതിനിടയ്ക്ക് നിസ്കാരം അയാളെ പെരടിയിൽ വരുന്നു. ഉളു കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. ഉളു കൊടുക്കാനുള്ള ബക്കറ്റ് വെള്ളം നന്നായിട്ട് വയ്ക്കാന്നല്ല, പാകത്തെ വെള്ളത്തിൽ ഉളു കൊടുക്കാനുള്ള സൗകര്യം അതിൻ്റെ ഉള്ളിലുണ്ട്. മൂത്രച്ച് വൃത്തിയാക്കാനുള്ള സൗകര്യമില്ലേ? ആ സ്ഥലത്ത് നിന്ന് തന്നെ ഒരു കുപ്പി വെള്ളം കൊണ്ട് ഉളു കൊടുക്കുക. ഒറ്റ കുപ്പി മതി ഉളു കൊടുക്കാനുള്ള വെള്ളം, ഒരു ബക്കറ്റൊന്നും വേണ്ട. ഉളു കൊടുക്കാൻ പഠിച്ചാൽ അത്ര മതി. നിർബന്ധം കൂടുന്ന രീതിയിൽ ഉളു കൊടുക്കുക. നന്നായിട്ട് വെച്ച് റെഡിയാക്കണ്ടല്ലോ. എന്നിട്ട് ആ സീറ്റിൽ തന്നെ ഇരുന്നിട്ട് നിസ്കരിക്കാം. സമയത്തെ മാനിച്ചുകൊണ്ട് നിസ്കരിക്കണം, അത് നിർബന്ധം. ലാൻഡ് ചെയ്യുമ്പോഴേക്ക് നിസ്കാരം ഖളാ ആയി പോകും. അവിടെ എത്തിയിട്ട് നിസ്കരിക്കാന്ന് പറയുമ്പോൾ ഇവിടെ നിസ്കരിക്കാനുള്ള ഈ ചാൻസ് കിട്ടിയിട്ടും നിസ്കരിക്കാതിരുന്നാൽ കുറ്റം വരും. പിന്തിച്ച കാരണമില്ലാതെ പിന്തിച്ചതിൻ്റെ വൻകുറ്റം പെരടിയിൽ എഴുതപ്പെടും. ചെറുതല്ല, വലുതാണ്. അപ്പം അവിടെ എങ്ങനെ നിസ്കരിക്കണം? നിസ്കാരം പഠിക്കണം. രോഗി നിസ്കരിക്കാൻ പഠിക്കണം. രോഗിയുടെ നിസ്കാരം, കഴിവില്ലാത്തവൻ്റെ നിസ്കാരം പഠിക്കണം. നിസ്കാരം ശരിക്ക് അറിയാത്തത് കൊണ്ടല്ലേ? നിങ്ങൾ നോക്ക്, ചില പള്ളിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വലിയ രസം തോന്നും. പള്ളിയിൽ സ്റ്റേജിൽ കസേര വെച്ചാൽ ഒന്ന് അങ്ങനെ ഒന്ന് ഇങ്ങനെ, എങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളത്. എന്നാൽ ഈ വെക്കുന്ന ആൾ കൃത്യമായിട്ട് അതാത് കേന്ദ്രത്തിലെ ഉസ്താദുമാരോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് പഠിക്കണം. ഫുള്ള് ഏത് അളവിലെത്തുമ്പോഴാണ് ഇയാൾ ഇരുന്ന് നിസ്കരിക്കാനുള്ള ഒരു പൊസിഷനിലേക്ക് എത്തുന്നത്? കഴിവില്ലാത്തവൻ എന്ന രീതിയിൽ ഇരിക്കണമെങ്കിൽ ഏത് രൂപത്തിലാകണം? നിൽക്കാൻ കഴിയോ? സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയൂല. വേറെ ആരെങ്കിലും താങ്ങിയിട്ട് നിൽക്കാൻ കഴിയോ? അത് കഴിയും. എന്നാ താങ്ങിയിട്ട് നിൽക്കണം. അതിന് കൂലിക്കൊടുക്കാൻ കഴിവുള്ളതാണ്. കൂലിക്ക് ഒരാളെ നിർത്തണം. അല്ല, കൂലിക്ക് വേണ്ട, 2 ബലത്തിന് 2 പിടുത്തം കൊടുത്തിട്ട് 2 ഭാഗത്തും 2 തോളിൻ്റെ അല്ലെങ്കിൽ കക്ഷത്തിൻ്റെ ഭാഗത്ത് 2 കുളത്ത് വെച്ചിട്ട് പിടിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ അവലംബിച്ചിട്ട് നിൽക്കാൻ കഴിയോ? എന്നാ അങ്ങനെ നിൽക്കണം. അപ്പുറത്തുള്ളൊരു ചുമരിൻ്റെ അവലംബത്തോടെ നിൽക്കാൻ കഴിയോ? അങ്ങനെ നിൽക്കണം. ഒരു തൂണിലേക്ക് പതുക്കെ ഇങ്ങനെ ചാരിയിട്ട് നിൽക്കാൻ കഴിയോ? അങ്ങനെ നിൽക്കണം. ഇങ്ങനൊന്നും നിൽക്കാൻ കഴിയൂലേ? അയാളിരിക്കണം. അപ്പൊ നിൽക്കാൻ കഴിയാന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ തന്നെ ഏതെല്ലാം അവസ്ഥകൾ കഴിയണം? ഇത് കാലിൻ്റെ നഖത്തിനൊരു വേദന വരുമ്പോഴേക്കാണ് പോയി കസേര ഇരിക്കണം. അതൊന്നും നടക്കൂല. അത് വിശദമായിട്ട് ശരിക്കും പഠിക്കുന്ന വേണോ? അല്ലെങ്കിൽ ആ ഇരുത്തവും ആ നിസ്കാരവും കാര്യങ്ങളൊന്നും ശരിയാകൂല. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നമ്മളെ അറിവിൻ്റെ കുറവുണ്ടായിരിക്കും. നിസ്കാരം ശരിയാകണ്ടേ? മദീന പള്ളിയിൽ ഒരു സ്വഹാബി നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു ആ സ്വഹാബിനെ. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, പോയി നിസ്കരിക്ക്, നീ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. രണ്ടാമതും ആ സ്വഹാബി പോയി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, നീ പോയി നിസ്കരിക്ക്, നിസ്കരിച്ചിട്ടില്ല, ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. മൂന്നാമതും വിളിച്ചു. മൂന്നാമത്തെ തവണയോ 4-ാമത്തെ തവണയോ ആ സ്വഹാബി പറഞ്ഞു, നബിയെ
എത്ര പ്രാവശ്യം നിസ്കരിക്കാൻ പറഞ്ഞാലും ഇങ്ങനെ അറിയുള്ളൂ, ഇങ്ങനെ എനിക്കറിയുള്ളൂ. അപ്പം തങ്ങൾ തുടക്കം മുതൽ പറഞ്ഞു കൊടുത്തു, നിസ്കാരത്തിലേക്ക് നീ നിൽക്കാൻ ഉദ്ദേശിച്ചാൽ തക്ബീർ ചൊല്ലണം, നിയ്യത്ത് ചെയ്യണം, ഫാത്തിഹ ഓതണം, ഓരോന്നും ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ നീ സൂറത്തും കഴിഞ്ഞ് റുക്കൂയിലേക്ക് പോകണം. റുക്കൂയിലെത്തിയാൽ റുക്കൂയിൽ നല്ലോണം ഒന്ന് അടങ്ങി ഒതുങ്ങണം. ചുരുങ്ങിയത് ഒരു തസ്ബീഹ് പൂർണ്ണമായും ചൊല്ലുന്ന സമയമെങ്കിലും സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി, ഏറ്റവും നല്ല രൂപത്തിൽ, പൂർണ്ണ രൂപത്തിൽ, കുറഞ്ഞ രൂപം ഒരു 3 തസ്ബീഹെങ്കിലും. അപ്പം ശരിയായ നിലക്കുള്ള തുമനീനത്ത് അവിടെ കിട്ടും. പിന്നെ നീ ഈത്തിദാലിലേക്ക് വരണം, നേരെ ചൊവ്വേ നിൽക്കണം. ഹത്താ തത്മഇന്ന ഫീഹി, അവിടെയും നീ അടങ്ങി ഒതുങ്ങി നിൽക്കണം. പെട്ടെന്ന് സുജൂദിലേക്ക് പോകരുത്, ചൊല്ലേണ്ട ദിക്ർ ചൊല്ലണം. അത് കഴിഞ്ഞ് നീ സുജൂദിലേക്ക് പോകണം. സുജൂദിലും നേരത്തെ പറഞ്ഞ പോലെ സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി ദിക്ർ ചൊല്ലിയിട്ടൊന്ന് അടങ്ങി ഒതുങ്ങണം. അതിനുശേഷം ഇരിക്കണം, ഇരുത്തത്തിലും ദിക്ർ ചൊല്ലിയിട്ടൊന്ന് ഒതുങ്ങണം. പിന്നെയും സുജൂദിലേക്ക് പോകണം, അവിടെയും നീ അടങ്ങി ഒതുങ്ങണം. ഈ 5 പോയിന്റുകളിലും അടങ്ങണം. വത്തുമഇന്ന തുമഇനീനത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞ് പ്രസ് ചെയ്ത് ഇനി പോയി നിസ്കരിക്കൂ. അപ്പോൾ നിസ്കാരം റെഡിയായി, നിസ്കാരം ശരിയായി അല്ലേ? നിസ്കാരം ശരിയായി. നിസ്കാരത്തുനിന്ന് ശ്രദ്ധയൊക്കെ പോയി നമ്മളെ മനസ്സും നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ വേറെ ലോകത്തെത്തിയാൽ എങ്ങനെ നിസ്കാരം? അറിവില്ലായ്മയുടെ നിസ്കാരം പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇപ്പം അടുത്ത കണ്ടില്ല ഒരാൾ നിസ്കരിച്ചു. അയാൾ മുന്നിലാണോ ബാക്കിലാണോ ഫോൺ വെച്ചതെന്നറിയില്ല, ഫോൺ എവിടുന്നോ ശബ്ദിച്ചു. ആദ്യം അയാൾ മുന്നിലെ കീശയിൽ തപ്പി, കിട്ടിയില്ല. പിന്നെ ഇടത്തേ കീശയിൽ തപ്പി, കീശ 4 പിന്നെ ബാക്കിലെ കീശയിൽ തപ്പി നോക്കുമ്പോൾ അത് താഴോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അത് കഷ്ടപ്പെട്ട് എടുത്തിട്ട് ആദ്യം നോക്കി ആരാണ് വിളിക്കണമെന്നുള്ളത്. പിന്നെ ഒന്ന് റെഡിയാക്കി കട്ടാക്കി അങ്ങോട്ട് തന്നെ വെച്ചു. പിന്നെ മൂപ്പര് ബാക്കിയുള്ള ഓതാണ്, ബാക്കി അല്ലാഹു അഹദ് അല്ലാഹു സമദ്. കുഴപ്പമൊന്നും ആയില്ല. എന്തേ കുഴപ്പമുണ്ടോ? പഠിച്ചോനറിയില്ല, ഫോൺ വന്നിട്ടാണ് ഇങ്ങനെ എടുത്ത്. അല്ലാഹു തആലക്ക് അറിയില്ല, ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തത് പോരെ. അതാണ് നിസ്കാരം. എങ്ങനെ ഉണ്ടാ നിസ്കാരം? ഒന്ന് ആലോചിച്ച് നോക്കി സഹോദരങ്ങൾ. എന്തിനാണ് ആ നിസ്കാരം? ആരെ കളിയാക്കാനാണ് ആ നിസ്കാരം? അതല്ലേ നമ്മൾ കാണുന്നത്. എന്താ അതിൻ്റെ കുഴപ്പം? വിവരക്കേട്. ഒക്കെ എടുത്ത് നോക്കല്ലേ, ശരിക്കും നോക്കല്ലേ ആരാ വിളിക്കണത്. ഒരൊറ്റ വിഷയത്തിൽ നിന്നൊന്ന് ശ്രദ്ധ മാറിയിട്ട് രൂപഭാവങ്ങൾ മാറിയാൽ തന്നെ നിസ്കാരം ബാത്തിലല്ലേ. ഉദാഹരണമായിട്ട് കിതാബിൽ പറഞ്ഞ ഉദാഹരണം തന്നെ എന്താ? ഒരാൾ റുക്കൂയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്, റുക്കൂയിലേക്ക് പോകാൻ സമയമായി. അപ്പം അയാൾ നിസ്കരിക്കുന്നതിൻ്റെ മുൻഭാഗത്തുകൂടെ അയാളെ തേടി അന്വേഷിക്കുന്ന കടക്കാരൻ കണ്ടാ ചോദിക്കും, കൊടുക്കാണ്ട്. ആ കടക്കാരനെ കണ്ട മാത്രയിൽ മുപ്പ് റുക്കൂക്ക് ഒറ്റ പോക്ക് പോയി. എന്ത് പറഞ്ഞു ഇമാമിങ്ങൾ? ഇപ്പോയ റുക്കൂൾ ശരിയല്ല, ബാത്തിലാണ്. അയാൾ വളഞ്ഞിട്ടല്ലേ പോയത്? മുട്ടുകാലുമേൽ കയ്യോ കുത്തിയില്ലേ? സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് ചൊല്ലിയില്ലേ? ഒരൊറ്റ നിയ്യത്തിൻ്റെ മാറ്റം കൊണ്ട് കാര്യങ്ങളൊക്കെ മാറിപ്പോയി. അങ്ങനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, കമ്മിൻ അമലിൻ യുതസവ്വറു ബിസൂറത്തി ദുനിയാ, എത്ര കർമ്മങ്ങളുണ്ട് ദുനിയാവിൻ്റെ രൂപമാണ് എന്ന് കരുതപ്പെടും. പക്ഷേ വയസീറു ബിഹുസ്നിൻ നിയ്യതി മിൻ അമലിൽ ആഖിറ, സദുദ്ദേശം കൊണ്ട് ആഖിറത്തിൻ്റെ കർമ്മത്തിലായി പോകും. കമ്മിൻ അമലിൻ യുതസവ്വറു ബിസൂറത്തിൽ ആഖിറ, കണ്ടാ നല്ല ആഖിറത്തിൻ്റെ രൂപമാണ് എന്ന് തോന്നിപ്പോകുന്ന അമലുകളുണ്ട്. യസീറു ബിസൂഇൻ നിയ്യതി, ദുരുദ്ദേശം കൊണ്ട് ആ അമലുകൾ ആയിത്തീരും. മിൻ അമാലി ദുനിയാ, ദുനിയാവിൻ്റെ അമലുകളിൽ പെട്ടതാകും. ആഖിറത്തിൻ്റെ അമലിലേക്ക് അത് പോകൂല. നിയ്യത്ത് മാറിപ്പോകാൻ പാടില്ല. സുജൂദിലേക്ക് ഇങ്ങനെ തല കൊണ്ടുപോയി വെക്കുന്ന ആള് സുജൂദിൻ്റെ ഭാഗത്തതാ പെട്ടെന്നയാള് ഒരു പല്ലി അങ്ങോട്ട് നീങ്ങുന്നത് കാണുന്നു. പല്ലി നീങ്ങുന്നത് കണ്ടപ്പോൾ നെറ്റി വെച്ചോ വെച്ചില്ലേന്ന് അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ല. പെട്ടെന്ന് അയാൾ എഴുന്നേറ്റു. എന്നാൽ ആ എഴുന്നേറ്റപ്പോൾ പല്ലി പോയതിനാണ് അയാൾ നെറ്റി ഉയർത്തിയത് എങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തേക്ക് നെറ്റി വെച്ചത് എങ്കിൽ, ആ വെച്ചതും ഉയർത്തിയതും പരിഗണിക്കപ്പെടുകയില്ല, സുജൂദായി ഗണിക്കപ്പെടുകയില്ല. വേറെ തന്നെ ചെയ്യണം.
എന്ന് പണ്ഡിതന്മാര് മസ്അല പറയാൻ കാരണം ഒരു ചെറിയ വിഷയം കൊണ്ടല്ലേ സഹോദരങ്ങളെ. നമ്മുടെ മനസ്സും ശരീരവും ലോകവും ഒക്കെ മാറുന്ന രീതിയിൽ വിളിക്കുന്ന ആളെ നോക്കിയിട്ട് ഒന്ന് ഹലോ എന്ന് പറഞ്ഞില്ല എന്നുള്ളൊരു മാറ്റേ ഉള്ളൂ. ബാക്കി കൈകൊണ്ട് എല്ലാ ബട്ടണുകളും നീക്കിയിട്ട് എല്ലാ രൂപത്തിലും ബ്ലോക്കാക്കിയിട്ട് അത് കീശയിലേക്ക് തന്നെ വെക്കുമ്പോൾ നമ്മുടെ സ്ഥിതി എന്തായി പോയി? ഒന്ന് ചിന്തിക്കേണ്ട വിഷയം തന്നെയല്ലേ. ഇൽമിന്റെ കുറവുകൊണ്ട് ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചു പോകുന്നു. കാത്തു സൂക്ഷിക്കേണ്ട നിസ്കാരങ്ങളിൽ തന്നെ എത്രയാണ് സംഭവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നന്നായി ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, സഹോദരിമാരെ, നിസ്കരിക്കുന്ന സഹോദരിമാര്. ഇപ്പൊ യാത്രക്കാരികളായ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം പലയിടത്തുമുണ്ട്. അപ്പൊ എന്താ ചെയ്യുന്നത് എന്നറിയോ? യാത്രക്ക് വേണ്ടി പോകുന്ന സമയത്ത് ധരിച്ചിരിക്കുന്ന ഡ്രസ്സ്, ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിസ്കരിക്കുന്നു. കഴുത്ത് കാണുന്നുണ്ട്. അതുപോലെ മതിയല്ലോ അല്ലേ? ആ ധാരാളം മതി, പറഞ്ഞു ചെന്നാ മതി, ഇപ്പൊ കിട്ടും നിസ്കാരം. ആ തട്ടുട്ടാ നിസ്കരിക്കുന്നു, കഴുത്ത് കാണുന്നു. വീട്ടിലെ മക്കനെ കഴുത്ത് കാണുമോ? കഴുത്ത് കാണൂല. കാണോ? മുടി കാണോ? കാണൂല. ഈ ഇട്ടിരിക്കുന്ന തട്ടത്തിന് അതിന് പിന്നെ കുത്തിയിട്ടുണ്ട്, കഴുത്ത് കാണുന്നുണ്ട്. ഫാൻ്റെ കാറ്റുകൊണ്ട് പറന്നിട്ട് ബാക്കിലെ മുടിയും പിൻഭാഗവും കാണുന്നുണ്ട്. കയ്യിലുള്ള ഈ കഫ് അത് ഒരു 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 1/2 മീറ്റർ അല്ലെങ്കിൽ ഒരു 1/4 മീറ്റർ വിസ്തീർണം ഉള്ളത് കൊണ്ട് കൈ വെക്കുമ്പോൾ ഏകദേശം മുട്ടും കൈ വരെ കാണുന്നുണ്ട്. ആ വസ്ത്രധാരണം തന്നെ ശരിയായിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ നിസ്കാരം ശരിയാകുന്നു? ഔറത്ത് മറക്കൽ ഷർത്തല്ലേ? ആ മറക്കേണ്ട പരിധിയിൽ മറക്കണ്ടേ? മറക്കണം. ഒരു നിസ്കാര കുപ്പായം കൂടെ കരുതിയാൽ മതി, ഒരു പ്രശ്നം ഉണ്ടാകൂല. നല്ല ഭംഗിയിൽ റാഹത്തായി റെഡിയാവും. ആ ഇട്ട ആ ഷർട്ടിനുള്ള ചെറിയ കുഴപ്പങ്ങളുണ്ടെന്നേ ഉള്ളൂ. ഫാത്തിഹ ഓതാതിരുന്നത്, ഫാത്തിഹ ഓതിയിട്ടുണ്ട്, പക്ഷെ ഷർട്ടൊത്തിട്ടില്ല. ശ്രദ്ധിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ടത്. എത്രയോ ഉണ്ടങ്ങനെ, 1 2 നല്ല പല രൂപങ്ങളുണ്ട്. അറിവിൻ്റെ കുറവ് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചു പോകുന്നത്. അറിവ് കുറയാൻ പാടില്ല, അറിവ് നന്നായി പകർത്തി കൊടുക്കണം. ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്? 2 കൊട്ട തലയിലേറ്റിയിട്ട് എഴുതിയ ഇൽമിൻ്റെ പലകകളും അതുപോലെ തന്നെ എല്ലിൻ കഷ്ണങ്ങളുമായി മദീന പള്ളിയിലേക്ക് കടന്നു ചെന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവിടെ വലിയൊരു ദർസ് നടക്കുന്നത് കാണുന്നു. ഇമാം മാലിക് റളിയല്ലാഹുവിന് ദർസ് ഓതി കൊടുക്കുകയാണ്. ശിഷ്യന്മാരിങ്ങനെ വട്ടം ചുറ്റി ഇരുന്നിട്ടുണ്ട്, കിതാബ് ഓതി കൊടുക്കുകയാണ്. അപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹുവിന് ദർസിൽ ചേർന്നിട്ടില്ല. ചെന്നപ്പോൾ ഈ ദർസ നടക്കുന്നത്, ബാക്കിൽ അങ്ങനെ ഇരുന്നു, ഒരു ഭാഗത്തെ ഹദീസ് കേൾക്കുന്ന രൂപത്തിലിരുന്നു. ഇമാം മാലിക് റളിയല്ലാഹുവിന് 25 ഹദീസാണ് ആ ക്ലാസ്സിൽ ചൊല്ലിക്കൊടുത്തത്, ഓതിക്കൊടുത്തത്. അപ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹുവിന് നോക്കുമ്പോൾ ഈ ഇരിക്കുന്ന ശിഷ്യന്മാരുടെ കയ്യിലൊക്കെ പേനയുണ്ട്, പേപ്പറുണ്ട്, എഴുതാനുള്ള പേപ്പറുണ്ട്, പേനയുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹുവിന് പേനയില്ല, പേപ്പറും ഇല്ല. ഇടക്കിടക്ക് ഇമാം മാലിക് റളിയല്ലാഹുവിന് ഈ കുട്ടി എങ്ങനെ നോക്കുന്നു. പുതിയതായി ദർസിലേക്ക് അഡ്മിഷന് വന്ന ഈ കുട്ടി ബാക്കിലിരുന്നിട്ട് ആ കുട്ടി ഇങ്ങനെ വിരലിങ്ങനെ ഉയർത്തിയിട്ട് നാവിലേക്ക് വെച്ചിട്ട് ഇടത്തെ കയ്യിൽ ഇങ്ങനെ കുറിക്കുന്നു. എന്താ ആ കുട്ടി ഉമനീര് കൊണ്ട് ഇങ്ങനെ കളിക്കുന്നത്? ഇടക്കിടക്ക് ഇമാം മാലിക് റളിയല്ലാഹുവിന് ഈ കുട്ടിയിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ കുട്ടി ഇങ്ങനെ വിരൽ കൊണ്ട് എഴുതുന്നതും ഉമിനീര് തൊടുന്നതൊക്കെ കാണുന്നുണ്ട്. ദർസൊക്കെ ഇങ്ങനെ കഴിഞ്ഞ ശേഷം ഷാഫി ഇമാം റളിയല്ലാഹു ഇമാം മാലിക് റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി അടുത്ത് വന്നു, സലാം പറഞ്ഞു, ഇരുന്നു. മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, മക്കിയുൻ അന്ത? മക്കയിൽ നിന്ന് വരുന്ന ആളാണോ? മുഖം കണ്ടാൽ തന്നെ അവർ ബാക്കി വായിക്കും. ഹറമിയുൻ അന്ത? ഹറമിൽ താമസിച്ച് വരുന്ന ആളാണോ? അതെ. ആ ഖുറശിയുൻ അന്ത? ഖുറൈശ് ഗോത്രക്കാരനാണോ? അതെ. ഉപ്പ ജീവിച്ചിരിക്കുന്നില്ലല്ലോ? ഇല്ല. എല്ലാ സംഗതികളും ഷാഫി ഇമാം റളിയല്ലാഹുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് വായിച്ചെടുത്ത് ഇമാം മാലിക് റളിയല്ലാഹുവിന് പറഞ്ഞ ശേഷം പറഞ്ഞു, എല്ലാ വിശേഷണങ്ങളും ഒത്ത ആളാണ്. പക്ഷെ ഞാനിവിടെ ഹദീസ് ഓതിക്കൊടുക്കുമ്പോൾ പിറകിൽ ഇരുന്നു കൊണ്ട് ഉമിനീര് കൊണ്ട് കളിക്കുന്നത് കണ്ടല്ലോ മോൻ. ഇമാം ഷാഫി റളിയല്ലാഹുവിന് വികാരഭരിതനായി പറഞ്ഞു, ഉസ്താദേ, ഇത്രയും കാലം എൻ്റെ പഠനരംഗത്ത് എനിക്ക് പേപ്പറോ പേനയോ കയ്യിൽ കിട്ടിയിട്ടില്ല. ഈ ഇരിക്കുന്ന ശിഷ്യന്മാരെ മുന്നിൽ മുഴുവനും പേപ്പറുണ്ട്, പേനയുണ്ട്. ഉപ്പമാരെ, ആധുനികത്തിൽ എത്ര സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ പഠിപ്പിക്കാൻ, മക്കളെ പഠിപ്പിക്കാൻ അല്ലാഹു തന്നു. പക്ഷേ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ മക്കൾ വിവരക്കേട് പ്രവർത്തിക്കുന്നവരാകരുത്.
വിവരം കുറഞ്ഞ ആളുകളാകരുത്. ബാപ്പാനെയും ഉമ്മാനെയും അനുസരിക്കാത്ത ആളുകളായി മാറരുത്. അവരെ അനുസരിക്കാൻ ഈ മക്കൾക്ക് വേണ്ടത് ഇൽമാണ്, മക്കൾക്ക് വേണ്ടത് അദബാണ്. അത് പകർന്നു കൊടുക്കേണ്ട തലത്തിൽ, വയസ്സിൽ, പ്രായത്തിൽ തന്നെ കൃത്യമായി കൊടുക്കണം. അങ്ങനെ കൊടുത്തെങ്കിലേ അവരും നമ്മളുള്ള ആത്മബന്ധം നിലനിൽക്കുകയുള്ളൂ, കടപ്പാടുകൾ അവർ നിർവഹിക്കുകയുള്ളൂ, അടുത്ത തലമുറയും നല്ല ബന്ധത്തോടെ ജീവിക്കുകയുള്ളൂ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഉസ്താദേ, എനിക്കൊരു പേന കിട്ടാത്തത് കൊണ്ട് എൻ്റെ വിരൽ പേനയാക്കി പോയി, എൻ്റെ ഉമിനീര് ഞാൻ മഷിയാക്കി, എൻ്റെ ഇടത്തെ കൈ ഞാൻ പേപ്പറാക്കി. നോക്കട്ടെ മോനെ, കയ്യിലെഴുതിയത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കൈ ഇങ്ങനെ വലിച്ചു നീക്കുന്നു, കയ്യിലൊന്നും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞ ഹദീസ്, ഞാൻ ഉമിനീര് തൊട്ട് എൻ്റെ കയ്യിലെഴുതുമ്പോ എൻ്റെ കൽബിൽ ഞാൻ അത് എഴുതിയിട്ടുണ്ട്. എന്നാലൊന്ന് ചൊല്ലുമോനെ ഹദീസ്. അമ്മൽ അവ്വലു, ഒന്നാമത്തെ ഹദീസ്. ആ ഹദീസ് ഉസ്താദിന് തന്ന ഉസ്താദ്, അവരുടെ ഉസ്താദ്, മൂന്നാമത്തെ ഉസ്താദ്, നാലാമത്തെ ഉസ്താദ് സ്വഹാബി, അഞ്ചാമത്തെ ഉസ്താദ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ പരമ്പര പറഞ്ഞുകൊണ്ട് കൃത്യമായി ഒന്നാമത്തെ ഹദീസ് പറഞ്ഞു, രണ്ടാമത്തെ ഹദീസും പറഞ്ഞു. അന്ന് ക്ലാസ് എടുത്ത 25 ഹദീസും ഒരേ ഇരുത്തത്തിലങ്ങ് ചൊല്ലിക്കൊടുത്തു. അത് കൊടുത്തപ്പോ പറഞ്ഞു, മോനെ ഇത്തഖില്ലാ, ഇൽമു പഠിക്കാൻ വേണ്ടി വന്ന നീ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം. വലാ തഅസില്ലാഹ ഫിസ്സിദ്ദി വൽ ഇലൻ, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ എതിര് ചെയ്യരുത്. ഫഇന്നൽ ഇൽമ നൂറുല്ലാഹ്, ഇൽമ് അല്ലാഹുവിൻ്റെ നൂറാണ്, അല്ലാഹുവിൻ്റെ ഒളിവാണ്. വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസി, മോനൊരിക്കലും എതിര് പ്രവർത്തിക്കരുത്. അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും ഒന്നും എതിര് പ്രവർത്തിക്കരുത്. അള്ളാഹു നൽകുന്ന പ്രഭയാകുന്ന ഇൽമ് നഷ്ടപ്പെട്ടു പോകും. നല്ല ഉപദേശങ്ങൾ നൽകി ആ കുട്ടിയെ ദർസിൽ ചേർത്തി വലിയ പുരോഗതിയാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ മുതഅല്ലിമ് അവിടെ പഠിച്ചതുകൊണ്ടുണ്ടായത്. 1, 2, 10, 100 അല്ല, ധാരാളമുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ഒന്ന് വിശദീകരിക്കാം. ഞാൻ എൻ്റെ ഉപ്പമാരോട്, ഉമ്മമാരോട് പ്രധാനമായും ഓർമ്മപ്പെടുത്തുന്നത് ഖൂ അൻഫുസക്കും വാഹിലീക്കും നാറ എന്ന ആയത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകിയ തഫ്സീറാണ്. കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതെങ്ങനെ, മക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതെങ്ങനെ, ഭാര്യമാരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതെങ്ങനെ, സഹോദരീ സഹോദരങ്ങളെ അല്ലിമൂഹും വഅദ്ദിബൂഹും, അവർക്ക് ഇൽമു പഠിപ്പിക്കണം, അദബ് പഠിപ്പിക്കണം, രണ്ടും പകർന്നു കൊടുക്കണം. രണ്ടിനുമുള്ള പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് നമ്മുടെ മദ്രസ. അത് തടസ്സപ്പെടുത്താതെ കിട്ടേണ്ട അത്രയും കാലം പകർന്നു കൊടുക്കണം. നന്നായി പഠിച്ച ആളുകൾക്ക് നന്നായി ജീവിക്കാനും കർമ്മം ചെയ്യാനും കഴിയും. അവർക്കതിന് തോന്നും ഇൽമ അവരെ കയ്യിലുണ്ടാകുമ്പോൾ. ഇൽമ കയ്യിലില്ലാത്തവന് എന്ത് ചെയ്യാനാണ്, എന്തറിയാനാണ്, സമയങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താനാണ്, നഷ്ടത്തെക്കുറിച്ച് എന്ത് ചിന്തിക്കാനാണ്? അറിവില്ലാത്തത് കൊണ്ടൊന്നും കഴിയില്ല. അറിവ് വേണം. അറിവില്ലാതിരുന്നാൽ പരാജയം സംഭവിച്ചു പോകും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മദീനയിൽ ഓതിപ്പടിക്കുന്ന കാലത്ത്, ദർസിൽ ഓതിപ്പടിക്കുന്ന കാലത്ത്, പരിസര നാടുകളിൽപ്പെട്ട ഒരു നാട്ടിൽ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവത്തെപ്പറ്റി നാട്ടുകാരാകെ വിഷമത്തിലായി. എന്താ സംഭവം? ഒരു ഭർത്താവ് വീട്ടിൽ നിന്ന് കുറേ ദൂരത്തേക്ക് ജോലിക്ക് പോകുമ്പോൾ ഭാര്യയെ വിളിച്ചുകൊണ്ട് ഒരു രസമായിട്ട് പറഞ്ഞതാണ്, ഞാൻ തിരിച്ചു വരുമ്പോഴേക്ക് നിനക്ക് 14-ാം രാവിൻ്റെ ചന്ദ്രനേക്കാൾ പൗർണമിയേക്കാളും വലിയ സൗന്ദര്യം ഉണ്ടാകണം, അല്ലെങ്കിൽ ഞാൻ എന്നെ തൊലാക്കില്ല എന്ന് പറഞ്ഞു. തൊലാക്ക് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, അത് രസമായിട്ട് പറഞ്ഞാണ്. നിനക്ക് നല്ല സൗന്ദര്യം ഉണ്ടാകണം. പക്ഷെ ആ സൗന്ദര്യം പറഞ്ഞപ്പോൾ പൗർണമിയേക്കാളും വലിയ സൗന്ദര്യം നിനക്ക് ഉണ്ടാകണം, ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോന്ന്. അദ്ദേഹം കുറച്ചു കാലം കഴിഞ്ഞാൽ വരും, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നാട്ടിലേക്ക് വരും. തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ, വരാൻ സമയമായി എന്ന് കണ്ടപ്പോൾ, തൻ്റെ സഹധർമ്മിണിയായ ഭാര്യ, ആ മനുഷ്യൻ്റെ ഭാര്യ, സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഹലാലായത് ഉപയോഗിച്ചു. ഹലാലായത് ഉപയോഗിക്കാം, അത് സുന്നത്താണ്. ഹലാലായതിൽപ്പെട്ടതാണ് മൈലാഞ്ചി ഇടൽ, കയ്യിനും കാലിനും മൈലാഞ്ചി തേക്കൽ.
അത് ഹലാലായ ഒരു സൗന്ദര്യമാണ്. സൗന്ദര്യം ആന്തരികമായ രൂപത്തിലുള്ള സൗന്ദര്യമാണ്. വൃത്തിയാക്കേണ്ട മേഖലകൾ ഒഴിവാക്കേണ്ടത് നഖം വെട്ടി വൃത്തിയാക്കുന്നു. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലുള്ള രോമങ്ങൾ അങ്ങനെ വൃത്തിയാക്കേണ്ടതൊക്കെ വൃത്തിയാക്കി ആ സൗന്ദര്യവും സ്വീകരിച്ച്, അതുപോലെ തന്നെ മുടിയും മറ്റുമൊക്കെ എണ്ണ തേച്ച് വാർന്ന് വൃത്തിയാക്കി നല്ല ക്ലീനാക്കി നല്ല സൗന്ദര്യത്തോടെ നിന്നു. സുർമയിട്ടു. സുർമയിടൽ സൗന്ദര്യത്തിൻ്റെ ഒരു ഭാഗമാണ്, സുന്നത്താണല്ലോ. സുർമയിടാൻ പറ്റും. പറ്റാത്ത സൗന്ദര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്. അത് അപ്പോഴും എപ്പോഴും പറ്റൂല. പറ്റാത്ത സൗന്ദര്യങ്ങളിൽപ്പെട്ടതാണ് ഒരു മനുഷ്യൻ, ആണാകട്ടെ പെണ്ണാകട്ടെ, അവൻ വെപ്പുമുടി സ്വീകരിക്കുക പാടില്ല. ഇസ്ലാമിക ദൃഷ്ട്യാ അത് നിഷിദ്ധമാണ്. മുടിക്ക് കറുത്ത ചായം തേക്കുക മുടിക്കും താടിക്കും മീശക്കും. വെള്ളം ചേരാത്ത രൂപത്തിലുള്ളതാണെങ്കിൽ ഉളൂവും കുളിയും ഒന്നും ശരിയാകൂല. പള്ളി കയറാൻ പറ്റൂല, ഹജ്ജ് വരെ നിർവഹിക്കാൻ കഴിയൂല. ഇപ്പം അടുത്ത് നമ്മളൊരു സുഹൃത്തിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വാപ്പ മരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ വാപ്പാൻ്റെ മുടിയൊക്കെ മരിച്ചതിൻ്റെ ശേഷം പഠിച്ചിട്ടുണ്ട്, ആ മുടി എന്താ ചെയ്യാൻ? മരിച്ചതിൻ്റെ ശേഷം എന്തിനാ മുടി പഠിച്ചത്? ഒരു കുളിയെങ്കിലും ശരിയായിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ്. ഇതുവരെ കുറേ കുളിയൊന്നും ശരിയാകാതെ പോയത്, ഇതെങ്കിലും ലാസ്റ്റ് കുളിയെങ്കിലും ശരിയായിക്കോട്ടെ. മുടി ബർക്കത്തിൽ സൂക്ഷിക്കേണ്ട, അത് കുഴിച്ചിട്ടളിന്ന് പറഞ്ഞു. അതിന് കളർ മാറ്റം വന്നാലും മൈലാഞ്ചി ചായം കൊടുക്കാം, അത് സുന്നത്താണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു സ്വീകരിച്ച ശൈലിയാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു സ്വീകരിച്ച ശൈലിയാണ് മൈലാഞ്ചി ചായം. കറുപ്പടിക്കാൻ പാടില്ല, വൻകുറ്റമാണ്, ചെറുദോഷമല്ല വൻദോഷമാണ്. അപ്പം ആ സൗന്ദര്യം സ്വീകരിക്കരുത്. യഥാർത്ഥത്തിൽ കറുപ്പുള്ള മുടിക്ക് കറുപ്പിൻ്റെ ചായം മാറ്റിയിട്ട് ചില ആളുകൾ വേറെ കുറേ കളർ ചെയ്തെക്കുന്ന സ്വഭാവമുണ്ട്. ഇപ്പോൾ അത് പാടില്ല. അങ്ങനെ ഉണ്ട്. ഇപ്പോൾ മുടി വേറെ കുറേ കളറിലേക്ക് മാറ്റാം. സ്വർണ്ണ കളറ്, പിന്നെന്ത് കളറാ, അങ്ങനെ കുറേ നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് കളറൊന്നും അറിയില്ല. അങ്ങനെ കുറേ കളറിലേക്ക്, അത് പാടില്ല. കറുപ്പ് ഉള്ള ആളുകൾ എണ്ണ തേച്ച് കറുപ്പ് സൂക്ഷിക്കാം. കറുപ്പ് മാറുന്നവർ എനിക്ക് ഏത് കാലത്തും കറുപ്പേ പറ്റൂ, ഞാനൊരിക്കലും വെളുക്കൂലാൻ തീരുമാനിക്കരുത്. തലയും താടിയിലും തലയിലൊക്കെ ആദ്യമായിട്ട് നരബാധിച്ച മഹാൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കണ്ണാടി നോക്കുമ്പോൾ കുറച്ച് ഭാഗം ഇങ്ങനെ വെളുത്ത് കണ്ടു. അപ്പോൾ അള്ളാഹുവോട് ചോദിച്ചു, അള്ളാഹുവേ ഇതെന്താ കളർ ഒരു മാറ്റം? അള്ളാഹു തആല പറഞ്ഞു, ദാലിക വഖാറുൽ മുഅ്മിൻ, അത് മുഅ്മിനായ മനുഷ്യൻ അള്ളാഹു നൽകുന്ന ഒരു ഒതുക്കമാണ്, ഒരു ബഹുമാനമാണ്. അവനെപ്പറ്റി ചിന്തിച്ച് പക്വതയും പാകതയും കൈവരുത്താൻ ടൈമായിട്ടുണ്ട്. കുട്ടിയക്കളിയൊക്കെ നിർത്താനായി. കാര്യഗൗരവത്തോടെ ചിന്തിച്ച് പരലോകത്തേക്ക് നീങ്ങാൻ സമയം അടുത്തു. നിന്റെ ഈ കളർ ചേഞ്ച് അതാണ് നിന്നെ ബോധ്യപ്പെടുത്തുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതൊരു ബഹുമാനമാണ് എന്ന് കേട്ടപ്പോൾ അള്ളാഹിനോട് ദ്വാരുന്നു, മുഅ്മിനുള്ള ബഹുമാന, എന്നാ പിന്നെ സിദിനി ദാലിക്കൽ വഖാർ, ആ ബഹുമാനം എനിക്ക് കൂടുതൽ തരണം. പിറ്റേന്ന് കണ്ണാടി നോക്കുമ്പോൾ ഫുള്ള് നരച്ചിട്ടുണ്ട്. ഫുള്ള് നരച്ചു. 200 വർഷമാണ് മഹാനവർകൾ ജീവിച്ചത്, ഫുള്ള് നരച്ചു. പക്ഷെ ആ നര ബാധിച്ചത് കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് പരാതിയൊന്നുമില്ല. പരാതിയൊന്നും വേണ്ട, അള്ളാഹു നൽകുന്നൊരു മുന്നറിയിപ്പാണ്. അപ്പം ഞാൻ പറഞ്ഞത്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പറ്റുന്നത് പറ്റും. ചുണ്ടിന് അള്ളാഹു നൽകിയൊരു കളറുണ്ട്, അത് തന്നെ മതി. അതൊന്നുകൂടിയും സോപ്പും മറ്റൊക്കെ ഇട്ട് വൃത്തിയാക്കിയാൽ മതി. അതിലേക്ക് സ്പെഷ്യൽ കളർ ചേർക്കണ്ട. കണ്ണിനും അള്ളാഹു നൽകിയൊരു കളറുണ്ട്, ആ കളർ സൂക്ഷിക്കുക. അതിന് മേലെയുള്ള രോമങ്ങൾ കണ്ണിൻ്റെ കാഴ്ചക്കും ഭംഗിക്കും അടയാളത്തിനൊക്കെ ഉള്ളതാണ്. അത് വെട്ടിക്കളയാൻ പാടില്ല, പറിച്ചു കളയാനും പാടില്ല. അങ്ങനെ പറിച്ചു കളയുന്നൊരു സ്വഭാവം ഉണ്ട്. അതിനു വേണ്ടി തന്നെ കാശ് മുടക്കി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്, സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട്. അതിന് ചില പേരുകളൊക്കെ ഉണ്ട്, ഏത് പേരാണെങ്കിലും ശരി, അത് പാടില്ല. അതങ്ങനെ തന്നെ എന്നോട്ട്, അതിന് കുഴപ്പമൊന്നുമില്ല. നെറ്റിയിൽ അങ്ങനെ പുരികത്തിൻ്റെ ഭാഗത്ത് മുടി എന്നെഴുതിയിട്ട് ഒരു കുഴപ്പവും അതിനില്ല. അത് കണ്ണിൻ്റെ കാഴ്ചക്കും ശരീരത്തിൻ്റെ സൗന്ദര്യത്തിനും അടയാളത്തിനും ഒക്കെ കൂടി അള്ളാഹു നൽകിയതാണ്, തിരിച്ചറിയാനൊക്കെ കൂടി. അതുകൊണ്ട് ഇത് മൊത്തം പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലീസ് പിടിച്ചു, ആളെ തിരിച്ചറിയാത്ത കോലം വന്നാൽ. അങ്ങനെ വരാൻ പാടില്ല, തിരിച്ചറിവ് വേണ്ടേ. അതിന് വേറിട്ടൊരു രൂപമാണ് ഈ രോമങ്ങളിലൂടെ അള്ളാഹു നൽകിയിരിക്കുന്നത്. അപ്പോൾ പറ്റുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ സ്വീകരിച്ച് ഈ പെണ്ണ് കാത്തിരുന്നു. ഭർത്താവ് വീട്ടിൽ വന്നപ്പോൾ
ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, എനിക്ക് 14-ാം രാവിലെ പൗർണമിയേക്കാളും നല്ല സൗന്ദര്യം ഉണ്ടാകണം, അല്ലെങ്കിൽ നിങ്ങൾ ത്വലാഖ് ചൊല്ലുന്ന വിഷയം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? അദ്ദേഹം അത് മറന്നുപോയിട്ടുണ്ട്. രസായിട്ട് പറഞ്ഞതാണ്, ഓർമ്മ വന്നു, ശരിയാണ്. എനിക്കങ്ങനെ സൗന്ദര്യമൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കോളൂ. നിനക്കിപ്പോൾ എന്താ 14-ാം രാവിലെ സൗന്ദര്യം ഉണ്ടോ? ആ പൗർണമിയുടെ സൗന്ദര്യമൊന്നും ഇല്ലല്ലോ. ഇല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞ്. എന്നാ പുറത്തു പോയി പണ്ഡിതന്മാരോട് ചോദിക്കണം, നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ? ഇനി ജീവിതം വേർപിരിയാനായിട്ടുണ്ട്. കാരണം ശേഷം നിങ്ങൾ ബന്ധിപ്പിച്ചത് ത്വലാഖുമായിട്ടാണ്. അങ്ങനെ ഇല്ലെങ്കിൽ പണ്ഡിതന്മാരടുത്തേക്ക് ഇറങ്ങി അദ്ദേഹം. കുടുംബ വഴക്കൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, നല്ല സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്നവരാണ്. നാവിലൂടെ ഒരു വാക്ക് വന്നപ്പോൾ അത് വലിയൊരു വിനയായി തീരുമോ എന്ന് പേടിച്ചു. കുറേ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂല, വലിയ പ്രശ്നമാണ് ആ വാക്കുകൊണ്ട്. അവസാനം അവർ പറഞ്ഞു, നിങ്ങൾ മദീനത്തേക്ക് പോയിക്കോളൂ. അന്നുള്ള ഉലമാ ഒക്കെ പറയുന്നൊരു ഭാഷയാണ്, ലാ യുഫ്താ വമാലിക്കും ഫിൽ മദീന. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ ഉണ്ടായിരിക്കെ മറ്റു പണ്ഡിതന്മാരൊന്നും ഫത്വ നൽകാൻ ധൈര്യപ്പെടൂല. എല്ലാവരും മദീനത്തേക്ക് പറഞ്ഞേക്കും. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കാണാൻ ഈ കുടുംബം അവിടെ എത്തി. പക്ഷേ അവരവിടെ എത്തി നോക്കുമ്പോൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇല്ല, പുറത്ത് എവിടെയോ പോയിട്ടുണ്ട്, കുറച്ച് നേരം കഴിഞ്ഞാൽ വരുമെന്ന്. ആ പള്ളിക്കകത്തിരിക്കുന്ന മുതല്ലിമുകൾ, ഓതിപ്പടിക്കുന്ന ആളുകൾ പറഞ്ഞു, അന്നത്തെ അവിടത്തെ ഒരു മുതല്ലിമാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വന്ന ആളുകളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ വന്നത്? അവരിതൊരു മുതല്ലിം കുട്ടിയല്ലേ ചോദിക്കുന്നത്. സംഗതി പറഞ്ഞപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പേടിക്കേണ്ട, ത്വലാഖൊന്നും അതുകൊണ്ട് പോകൂല, വിഷമൊന്നും കരുതേണ്ടതില്ല. പക്ഷേ ഇവര് വന്നത് ഈ കുട്ടിയോട് സംസാരിക്കാനല്ലല്ലോ, ഉസ്താദായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കാണാനാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉസ്താദ് വന്നു. ഉസ്താദിന് അല്ലാഹു നൽകി ഇൽമനുസരിച്ച് ഇവര് പറഞ്ഞ വാക്ക് ഓരോന്നും വിശദമായി കേട്ടപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഒരുമിച്ച് ജീവിക്കാൻ വലിയ പ്രയാസമാണല്ലോ, അത്തരത്തിലുള്ളൊരു വാക്കാണല്ലോ പറഞ്ഞു പോയത്. അപ്പോൾ അവര് പറഞ്ഞു, ഈ ദർസിലെ ഒരു മുതല്ലിമ് പറഞ്ഞിട്ടുണ്ട് ത്വലാഖ് പോകൂല, പേടിക്കേണ്ടതില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ. ഏതാണ് ആ മുതല്ലിമ്? മുതല്ലിമിനെ വിളിക്കൂ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉസ്താദിന്റെ മുന്നിൽ വന്നു. ചോദിച്ചു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, മോനെ, ഇവര് പറഞ്ഞ വാക്ക് നീ നന്നായി കേട്ടോ? കേട്ടു ഉസ്താദേ. എന്നിട്ട് എന്ത് മനസ്സിലായി? ത്വലാഖ് പോകൂല എന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? ഉസ്താദ് പഠിപ്പിച്ചെന്ന ഇൽമിൽ നിന്നാണ് മനസ്സിലായത്. ഉസ്താദ് തന്നെയാണ് ഞങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു തന്നത്. അള്ളാഹു മനുഷ്യനെ പറ്റി ഖുർആനിൽ പറഞ്ഞത് എങ്ങനെയാണ്? ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ നാം സൃഷ്ടിച്ച് സംവിധാനിച്ചത് ഏറ്റവും സൗന്ദര്യമുള്ള ആകൃതിയിലാണ്. മനുഷ്യന്റെ സൗന്ദര്യം വെല്ലുന്ന ഒരു സൃഷ്ടിയും അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഇല്ല തന്നെ. ആകയാൽ ഉസ്താദേ, ആ പെണ്ണിന് 14-ാം രാവിലെ പൗർണമിയെക്കാളും സൗന്ദര്യം ഉണ്ട്, ത്വലാഖ് പോകില്ല. ആയത്ത് ഓതിയിട്ട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഉസ്താദ് പകർന്നു നൽകിയ വിജ്ഞാനത്തിന്റെ വിശദീകരണങ്ങൾ പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു, ഈ മുതല്ലിമ് പറഞ്ഞതുപോലെയാണ്, ശരിയാണ്, ത്വലാഖ് പോകില്ല, ഒരുമിച്ച് ജീവിക്കാം. സഹോദരങ്ങളെ, പ്രശ്നരംഗത്താണല്ലോ പ്രതിവിധി പറയേണ്ടത്. അതിനാണല്ലോ ഇൽമിന്റെ ആധാരം. ഇൽമി ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തേണ്ടത് അവിടെയാണ്. ആ രണ്ട് കുടുംബങ്ങൾ മാത്രമല്ല, നാട്ടുകാർ മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും ഇതിൽ നിന്ന് വലിയൊരു പാഠവും വലിയൊരു വിഷയവും ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കൊണ്ട് അല്ലാഹു നൽകിയത് ഉമ്മ ആ കുട്ടിയെ പഠിപ്പിക്കാൻ വിട്ടതുകൊണ്ടാണ്. രാജാക്കന്മാരിൽ നിന്ന് അസാൻമാർഗിക പ്രവർത്തനങ്ങൾ, പ്രഖ്യാപനങ്ങൾ വന്നപ്പോൾ ധൈര്യസമേതം അത് ചോദ്യം ചെയ്ത് തിരുത്താൻ വലിയ കഴിവ് അന്നത്തെ പണ്ഡിതന്മാർക്ക് അള്ളാഹു നൽകിയത് ഇൽമു ഒന്നുകൊണ്ട് മാത്രമാണ്. വേറെ ഒന്നുകൊണ്ട് മാത്രമല്ല, ഇൽമു കൊണ്ട് മാത്രമാണ്. ഇമാം നബി റളിയല്ലാഹുവിന്റെ കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന ബൈബറൂസ് രാജാവ്, അദ്ദേഹം ജനങ്ങളിൽ നിന്ന് ഒരു പണം സ്വീകരിക്കാൻ വേണ്ടി ഒരു പ്രഖ്യാപനം നടത്തി. ആളുകളോടൊക്കെ ഒരു വിഹിതം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിച്ചു. അന്നുള്ള വലിയ പണ്ഡിതനാണ് ഇമാം നബി റളിയല്ലാഹു അൻഹു.
ശക്തിയുക്തം ഇമാം നബി റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു, ഒരൊറ്റ ആളും ഒരു ദിർഹം പോലും കൊടുക്കരുത് എന്ന് പറഞ്ഞു. കൊടുക്കാൻ പാടില്ല എന്ന്. ജനങ്ങളിൽ നിന്ന് അവിഹിതമായിട്ട് ഈ സ്വീകരിക്കുന്ന പണം ശരിയല്ല, ആളുകളെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. രാജാവിൻ്റെ സുഖസൗകര്യങ്ങൾ കുറക്കണം. രാജാവിൻ്റെ അംഗരക്ഷകരുടെ എണ്ണം കുറച്ചിട്ട് അങ്ങനെ കിട്ടുന്ന ശമ്പളവും കാശുമൊക്കെ ആ പദ്ധതിയിലേക്ക് ഉപയോഗിക്കണം. എന്തിനാണ് രാജാവിന് ഇത്ര സൈന്യം? എന്തിനാണ് രാജാവിന് ഇത്ര സുഖസൗകര്യങ്ങൾ? എന്തിനാണ് രാജാവിന് ഇത്രയും വലിയ സേവകന്മാർ? എണ്ണം കുറക്കണം, പാകത്തിലാക്കണം. അങ്ങനെ വിഷയങ്ങൾക്കെതിരെ പറഞ്ഞപ്പോൾ രാജാവ് വിളിപ്പിച്ചു. ഇമാം നബി റളിയല്ലാഹു അൻഹു ഒറ്റക്കാണ് രാജസന്നിധിയിലേക്ക് ചെല്ലുന്നത്. രാജാവിൻ്റെ മുന്നിൽ കേസ് ഫയൽ ചെയ്ത ഒരാൾ നിൽക്കുന്നു. ഇപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടായാൽ തലവെട്ടാൻ ആരാച്ചാറ് നിൽക്കുന്നു. ജയിലിലേക്ക് കൊണ്ടുപോകാൻ കൈനാമം വെക്കാൻ ആളുകൾ നിൽക്കുന്നു, ഒക്കെയുണ്ട്. ഇമാം നബി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ശിഷ്യന്മാരും കുടുംബക്കാരും ഞങ്ങൾ ആരെങ്കിലും വരണോ? നിങ്ങളാരും വരണ്ട, ഞാൻ സത്യം പോലെ പറയാനാവുമെന്ന്. ആരും വരണ്ട. അള്ളാഹു എനിക്ക് നൽകിയ ഇൽമനുസരിച്ചല്ലേ ഞാൻ പറഞ്ഞത്. രാജാവിനോട് എനിക്ക് വ്യക്തിവൈരാഗ്യമൊന്നുമില്ല. അദ്ദേഹം രാജ്യം ഭരിക്കേണ്ട ആൾ തന്നെയാണ്, ഭരിക്കാൻ കഴിവുള്ള ആൾ തന്നെയാണ്. വ്യക്തിവൈരാഗ്യമൊന്നുമില്ല. മൂപ്പരെ കുടുംബത്തോടും എനിക്ക് പ്രശ്നമില്ല. പിന്നെന്താ, ഞാൻ പഠിച്ച ഇൽമ പകരാനെ പറഞ്ഞു കൊടുക്കാനല്ലേ പോകുന്നത്, ഞാൻ ഒറ്റക്ക് പോകാം. അവിടെ എത്തി ഇമാം നബി റളിയല്ലാഹു അൻഹു രാജാവിൻ്റെ മുന്നിലെത്തുമ്പോൾ കസേരയിൽ ഇരിക്കുന്ന രാജാവ് എഴുന്നേറ്റുകൊണ്ട് സ്വീകരിച്ചു. സംസാരിച്ചു, വളരെ പതുക്കെ സംസാരിച്ചു. എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് രാജാവിൻ്റെ മുഖത്തേക്ക്. രാജാവിൽ കാണാത്ത ഒരു ശൈലി. എന്തൊരു ബഹുമാനം, എന്തൊരു ബഹുമാനത്തിലാണ് രാജാവ് സംസാരിക്കുന്നത്. നിങ്ങളാണോ എതിർത്തത്? ഇമാം നബി റളിയല്ലാഹു അൻഹു ഞാൻ തന്നെയാണ് എതിർത്തത്. എന്തിനെതിർത്തു? അനീതിയാണ് രാജാവെ, ചെയ്യാൻ പാടില്ല. എത്ര പാവങ്ങളുണ്ട് ഈ നാട്ടിൽ. നിങ്ങൾ പറഞ്ഞ തുക അവരും തരണ്ടേ? അവരെങ്ങനെ തരും? എങ്ങനെ തരാൻ കഴിയും അവർക്ക്? നിങ്ങൾ പറയൂ, എങ്ങനെ തരാൻ കഴിയും? നിങ്ങൾക്ക് ആ ഒരു തുക കണ്ടെത്താൻ വേറെ എത്ര മാർഗങ്ങളുണ്ട്? അത് എണ്ണി പറഞ്ഞു. നിങ്ങളുടെ സുഖസൗകര്യങ്ങൾ, സൈന്യത്തിൻ്റെ എണ്ണം ഇപ്പോൾ കുറക്കുക, പിന്നെ ആവശ്യം വന്നാൽ കൂട്ടാം. എണ്ണി വിശദീകരിച്ചു കൊടുത്തു. രാജാവിൽ അതിനൊന്നും എതിർക്കാൻ വകുപ്പില്ല. രാജാവ് ഒക്കെ കേട്ടു. അവസാനം രാജാവ് പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞു. ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നാട്ടിൽ നിന്ന് പോകാം, പക്ഷെ അതുകൊണ്ട് സമാധാനമൊന്നുമില്ല. ഞാൻ പഠിപ്പിച്ച ഒരുപാട് ശിഷ്യന്മാർ ഇവിടെ ഉണ്ട്. ഞാൻ ഇൽമു പകർന്നു കൊടുത്ത ഒരുപാട് ശിഷ്യഗണങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങളിൽ നിന്ന് അനീതിപരമായ വിഷയങ്ങൾ വന്നാൽ ഇനിയും എതിർപ്പ് വരും. നിങ്ങളെ എതിർക്കാനല്ല ഞാൻ അവരെ പഠിപ്പിച്ചത്. ആരിൽ നിന്ന് അധർമാവസ്ഥ വന്നാലും പറയേണ്ടതുപോലെ പറയാനുള്ളൊരു പക്വത അവർക്കുണ്ട്. രാജാവ് ആ വിഷയത്തിലും ചമ്മിയപ്പോൾ രാജാവ് പറഞ്ഞു, ഇദ്ദേഹം നമ്മളെ കീഴിലുള്ള മദ്രസിലല്ലേ, ദർസിലല്ലേ പഠിപ്പിക്കുന്നത്? അതെ. കോളേജിലല്ലേ? ശമ്പളം കൊടുക്കാൻ പാടില്ല എന്ന്. അടുത്ത പണിഷ്മെൻ്റാണ്. അപ്പോൾ കൂടുള്ള രാജാവിൻ്റെ ആളുകൾ പറഞ്ഞു, രാജാവേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും കാലം ഇദ്ദേഹം ഇവിടെ ദർസ് നടത്തിയതിന് നയാ പൈസ ശമ്പളം വാങ്ങിയിട്ടില്ല. വാങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കരുത് കേട്ടോ. ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കണം. ഉസ്താദുമാർക്കും മുഅല്ലിമീങ്ങൾക്കും മുഅദ്ദിനുമാർക്കും ശമ്പളം കൊടുക്കണം. വാങ്ങാൻ പറ്റാത്തത് കൊണ്ടല്ല. ഇമാം നബി റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം ഉപ്പ നല്ല 1-ാം നമ്പർ കച്ചവടക്കാരനാണ്. ജീവിക്കാൻ മാത്രമുള്ള വരുമാനവും ആസ്തിയും അല്ലാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇമാം നബി റളിയല്ലാഹു അൻഹു വാങ്ങിയിട്ടില്ല. കൊടുക്കണം എന്ന മസ്അല മഹാനവറുകൾ മിൻഹാജിൽ എഴുതിയിട്ടുണ്ട്. കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, വാങ്ങാൻ പറ്റാത്തത് കൊണ്ടല്ല വാങ്ങാതിരുന്നത്. വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് വാങ്ങാതിരുന്നതാണ്. അടുത്തതായി രാജാവ് പറയുന്നു, നമ്മളെ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കൊടുക്കരുത്. അതിനും കൂടെയുള്ള ആളുകൾ പറഞ്ഞു, രാജാവേ അതും നടക്കില്ല. ഉപ്പ കൊണ്ടുവരുന്ന ഭക്ഷണമുണ്ട്. ഒരു ദിവസം രാവിലെയോ വൈകുന്നേരമോ ഉപ്പ കൊണ്ടുവരുന്ന ഭക്ഷണമുണ്ട്. അത് മാത്രമേ കഴിക്കാറുള്ളൂ. വേറെ ഒരു ഭക്ഷണവും കഴിക്കാറില്ല. ഇമാം നബി റളിയല്ലാഹു അൻഹു പറയേണ്ടതുപോലെ കാര്യങ്ങൾ പറഞ്ഞ് രാജാവിനോട് നല്ല നിലക്ക് തന്നെ സലാം പറഞ്ഞ് അവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ കൂടുള്ള ആളുകൾ ചോദിച്ചു, രാജാവേ എന്തെങ്കിലും ഒരു ശിക്ഷ നടപ്പിലാക്കിയില്ലല്ലോ, ഇത്രയും നിങ്ങൾ മുഖത്ത് നോക്കി സംസാരിച്ച് ഒന്ന് അറസ്റ്റ് ചെയ്യാനോ എന്തെങ്കിലും ഗൗരവത്തോടൊരു സംസാരം പോലും നിങ്ങൾ സംസാരിച്ചില്ലല്ലോ. രാജാവ് പറഞ്ഞു, ഞാൻ കണ്ട കാഴ്ച നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ സംസാരിക്കൂല.
അദ്ദേഹം ഇങ്ങോട്ട് കടന്നു വരുമ്പോഴേക്ക് രണ്ട് തോളിൻ്റെ ഭാഗത്തുനിന്നും രണ്ട് സിംഹം വാ പിളർത്തി നിൽക്കുന്നത് ഞാൻ കാണുന്നു. എന്തെങ്കിലും അരുതാത്തത് പറഞ്ഞാൽ എന്നെ കടിച്ച് കീറിക്കളയുമെന്ന പേടികൊണ്ട് അത്രയും ബഹുമാനത്തോടെയാണ് പറയേണ്ട കാര്യങ്ങൾ തന്നെ എത്രയോ വിഷമത്തോടെയാണ് ഞാൻ പൂർത്തീകരിച്ചു പറഞ്ഞത്. അള്ളാഹു നൽകിയ സ്ഥാനമാണ് സഹോദരങ്ങളെ, അള്ളാഹു നൽകിയ ബഹുമാനമാണ്. ചെറിയ ബഹുമാനമല്ലല്ലോ അള്ളാഹു തആല മഹാനവറുകൾക്ക് നൽകിയത്. എന്താണ് ആ ബഹുമാനത്തിന്റെ കാരണം? സ്വന്തം ഉപ്പ കുട്ടിക്കാലത്ത് കച്ചവടം ചെയ്യുന്ന കടയിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇടക്കിടക്ക് ഇരുത്തുമ്പോ ഒഴിവ് കിട്ടുന്ന നേരത്ത് ആ കുട്ടി കടയിൽ ഇരുന്ന് ഖുർആൻ ഓതും. അന്ന് ചെറിയ കുട്ടിയാണ്, പ്രായപൂർത്തി എത്തിയിട്ടില്ല. കടയിൽ ഇരുന്ന് ഖുർആൻ ഓതുന്ന കുട്ടിയെ അതിലൂടെ പോകുന്ന പല പണ്ഡിതന്മാരും വീക്ഷിച്ചു. കൂട്ടത്തിൽ ഒരു പണ്ഡിതൻ ഇമാം നവവി റളിയല്ലാഹു അൻഹുയുടെ ഉപ്പയോട് കുട്ടിയെ ആവശ്യപ്പെട്ടു, കുട്ടിയെ വിട്ടുകൊടുത്തു, പഠിപ്പിക്കാനയച്ചു. നന്നായി മക്കൾക്ക് ഇൽമ് പകർന്നു കൊടുത്ത് അതിന് ബാപ്പമാര് ഉമ്മമാരവരെ സഹായിച്ച് അവരെ ദീനും ദുനിയാവും രക്ഷപ്പെടുത്തണം. അവർ കാരണമായിട്ട് നമ്മുടെ നാട്ടിൽ അഭിവൃദ്ധി ഉണ്ടാകണം, ധാർമ്മികമായ മുന്നേറ്റം ഉണ്ടാകണം, അപജയങ്ങൾ വന്നുകൂടാ, അധാർമിക സ്വഭാവങ്ങൾ വന്നുകൂടാ. ഏറ്റവും നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ പരസ്പരം ഐക്യത്തോടെ ജീവിക്കാനും നമ്മുടെ ഇടയിൽ ഉണ്ടായിത്തീരേണ്ട മാധ്യമം ഇൽമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ് അധികം നൽകിയിട്ട് നമ്മുടെ ഖൽബുകൾക്ക് അല്ലാഹു വെളിച്ചമേറ്റി തെരുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയ സമയത്തും മക്കയിൽ തങ്ങൾ പ്രബോധനം നടത്തുന്ന സമയത്തും തങ്ങൾ നേരിട്ട ഏറ്റവും വലിയ വിഷമങ്ങളിൽ ഒന്നാണ് വംശവെറി, വർണ്ണവെറി. വർണ്ണവെറിയും വംശവെറിയും നിങ്ങൾ നോക്ക്, ലോകതലത്തിൽ തിരിച്ചു വന്നില്ലേ? കഴിഞ്ഞൊരൊറ്റ വർഷം എത്ര ആളുകളാണ് വർണ്ണവെറിയുടെ പേരിൽ US-ലും മറ്റുമൊക്കെ കൊലപാതകങ്ങൾക്കിരയായത്? എത്ര കുടുംബങ്ങളാണ് വഴിയാധാരമായത്? ഇപ്പോഴും അവകാശങ്ങൾ ഹനിക്കപ്പെട്ട രീതിയിൽ ജീവിക്കുന്നത്. കറുത്തവരായി എന്നത് തെറ്റാണോ? വെളുത്തവരായി എന്നത് ബഹുമാനമാണോ? ഒരിക്കലും അല്ല. മക്കാ വിജയത്തിന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുഹ്ർ നിസ്കാരത്തിന്റെ സമയമായപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, ബിലാൽ, ഇക്കാണുന്ന കഅബന്റെ മുകളിൽ കയറിയിട്ട് ഒന്ന് വാങ്ങി വിളിക്കൂ ബിലാൽ. ളുഹ്ർ നിസ്കാരത്തിന്റെ സമയമായപ്പോ കഅബന്റെ മുകളിൽ കയറി ബിലാൽ റളിയല്ലാഹു അൻഹു വാങ്ങി വിളിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് ആ ശബ്ദം പരിചയമുണ്ട്. കാരണം മാസങ്ങളോളം ഉമയ്യത്ത് മർദ്ദിക്കുമ്പോ രോദനങ്ങളുടെ ശബ്ദം കേട്ടവരാണ് മക്കക്കാര്. പരിസരവാസിയായ ജുവൈരിയ എന്ന് പറയുന്ന ഒരു അടിമ സ്ത്രീയുണ്ട്. ആ അടിമ സ്ത്രീ പറഞ്ഞു, കേൾക്കുന്ന വാങ്കൊലി ബിലാലിന്റെ ശബ്ദമാണല്ലോ. എങ്ങനെയാണ് ആ പെണ്ണിന് മനസ്സിലായത്? 8 വർഷം മുമ്പ് ഇതേ മണലാരണ്യത്തിൽ പൊള്ളുന്ന മരുഭൂമിയിൽ യജമാനൻ ഉമയ്യത്ത് ബിൻ ഖലഫ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിവസ്ത്രനാക്കി പീഡിപ്പിക്കുമ്പോ, വിശ്വാസത്തിന്റെ സൗന്ദര്യത്തിന്റെ പേരിൽ പീഡനം നൽകുമ്പോ കരഞ്ഞ് കരഞ്ഞുയർത്തിയിരുന്ന ശബ്ദധ്വനിയാണ് ഇന്ന് തക്ബീർ ധ്വനിയായി മുഴങ്ങുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു സുന്ദരമായി വാങ്ങുമുടക്കിയപ്പോ സാദാ ശബ്ദമല്ല ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം, അവാലിൽ മദീന മുഴുവനും മുഴങ്ങുന്ന ശബ്ദമാണ്. ഉപകരണങ്ങളുടെ മാധ്യമത്തിലല്ല അന്ന് വാങ്ങുകൊടുക്കുന്നത്, ഒരു ഉയർന്ന സ്ഥലത്ത് മാത്രം എന്നൊരു പ്രത്യേകതയേ ഉള്ളൂ. അവാലിൽ മദീന മേപ്പെടുത്ത് നമ്മൾ അളന്നു നോക്കിയാൽ ചുറ്റുഭാഗത്തുമുള്ള 20 കിലോമീറ്ററാണ്. അങ്ങോട്ടൊക്കെ മുഴങ്ങുന്ന സുന്ദരമായ ശബ്ദം അതൊരു ചെറിയ ശബ്ദമല്ല, ഒരു സാധാ ശബ്ദമല്ല. ആ ബിലാൽ റളിയല്ലാഹു അൻഹു ശബ്ദം കേട്ട് കഅബയുടെ ചുറ്റും ജനനിബിഡമായപ്പോ കുറച്ച് പ്രമാണിമാരും കുറച്ച് വർഗവർണ്ണ വൈജാത്യങ്ങളിൽ കുരുങ്ങി ജീവിക്കുന്ന ആളുകളും കാതോരം അവർ സ്വകാര്യം പറഞ്ഞു. പഴയ കാലത്തൊരു അടിമച്ചക്കൻ, പഴയ കാലത്ത് നീഗ്രോ വർഗക്കാരനായി എത്യോപ്യയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തിയൊരു അടിമ, ഈ കറുത്ത അടിമയാണോ വാങ്ങൊടുക്കാൻ കയറ്റിയത് എന്ന് കാതോരം സ്വകാര്യം പറഞ്ഞപ്പോ അവരെ സ്വകാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയി മുഖേന അള്ളാഹു അറിയിച്ചു കൊടുത്തപ്പോ ആ
ആ നേതാക്കളെ മുഖത്ത് നോക്കിയിട്ട് തങ്ങൾ പറഞ്ഞു, നിങ്ങളെ മനസ്സ് മന്ത്രിച്ചതും കാതോരം കൈമാറിയതും എനിക്ക് അറിയാം. ഒരു കാര്യം അറിയണോ നിങ്ങൾക്ക്? ലാ ഫദ്ല ലി അറബിയിൻ അലാ അജമിയിൻ വലാ ലി അജമിയിൻ അലാ അറബിയിൻ വലാ ലി അബിയദ അലാ അസ്വദ വലാ ലി അസ്വദ അലാ അബിയദ ഇല്ലാ ബിതഖ്വല്ലാഹ്. അറബിക്ക് അനറബിയേക്കാളോ, അവർണന് സവർണനേക്കാളോ, സവർണന് അവർണനേക്കാളോ ഒരു പ്രത്യേകതയും ഒരു സവിശേഷതയും ഇല്ല. അള്ളാഹുവിനെ വിശ്വസിച്ച് ആത്മബോധത്തോടെ ജീവിക്കൽ കൊണ്ടല്ലാതെ ഒരാൾക്കും പ്രത്യേകതയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. കറുത്ത വർഗക്കാരനാണ് എന്ന് നിങ്ങളിപ്പോ പറഞ്ഞില്ലേ, അത് ഇസ്ലാമികമായിട്ട് ശരിയാകൂല. ആ കറുപ്പിന്റെയും വെളുപ്പിന്റെയും നിറവ്യത്യാസം അവരെ മനസ്സിൽ നിന്ന് തുടച്ചു നീക്കിയത് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഥാർത്ഥ അറിവ് പകർന്നു കൊടുത്തുകൊണ്ടാണ്. അന്നത്തെ മുതലാളി വർഗം തൊഴിലാളി വർഗത്തെ വല്ലാതെ പീഡനങ്ങൾ നടത്തിയിരുന്നു, വല്ലാതെ പീഡിപ്പിച്ചിരുന്നു, കഷ്ടപ്പെടുത്തിയിരുന്നു. അന്നത്തെ തൊഴിലാളികൾക്ക് അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ ശബ്ദിച്ചതും വേണ്ടതുപോലെ ആളുകളെ കണ്ട് പരിഹാരം നൽകിയതും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. ഒരു ചെറിയ കുട്ടി, ഒരു 10-12 വയസ്സുള്ള ഒരു ചെറിയ കുട്ടി, അന്ന് വലിയ നേതാവാണ്, മക്കയിലെ നേതാവാണ് അബൂജഹൽ, അബുൽ ഹക്കം എന്ന പേരിൽ വിളിക്കപ്പെടുന്ന ആള്. നേതാവ് എന്ന് പറഞ്ഞാൽ തന്ത്രജ്ഞൻ തന്നെയാണ്. കുടുംബങ്ങളിലും മറ്റുമൊക്കെ കാര്യങ്ങൾ പറയാനൊക്കെ നല്ല കഴിവുള്ള ആളാണ്. കഴിവായിട്ട് തന്നെ സമ്മതിക്കണമല്ലോ, ഇല്ലയെന്ന് പറയാൻ പാടില്ലല്ലോ. കഴിവുള്ള ആൾ തന്നെയാണ്. ഗോത്രത്തലവനാണ്, ഗോത്രത്തിൽ നല്ല പ്രാധാന്യമുള്ള ആളാണ് അബൂജഹൽ. അപ്പോൾ അബൂജഹലിൻ്റെ വീട്ടിൽ വേലയെടുത്ത ആളാണ് ഈ 12 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ചെറിയ കുട്ടി. പക്ഷെ കൂലി കിട്ടിയിട്ടില്ല. കൂലി ചോദിക്കുമ്പോഴൊക്കെ പലതും പറഞ്ഞ് ആ കുട്ടിയെ അങ്ങനെ മാറ്റിവിടും. അവസാനം ആവശ്യം വന്നപ്പോൾ ഈ കുട്ടി വല്ലാതെ ബുദ്ധിമുട്ടായി. പണം കിട്ടിയെങ്കിലേ കാര്യം നടക്കുള്ളൂ. അപ്പോൾ ആ കുട്ടി വന്നിട്ട് നേതാക്കളായ പലരെയും കണ്ടിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് പറഞ്ഞ് അബുൽ ഹക്കമിനോട് എനിക്കുള്ള കൂലി തരാൻ വേണ്ടി പറയണം, ഞാൻ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. അപ്പം അവരെല്ലാവരും കൂടി പറഞ്ഞു, അത് അവിടെ നിസ്കരിക്കുന്ന ഒരാളെ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മത്താഫിൽ നിസ്കരിക്കുന്നുണ്ട് കാബൻ്റെ മുറ്റത്ത്, അവരോട് പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. കുട്ടിക്കാരാളെന്നറിയില്ല. അബൂജഹലിനോട് ഇവർ പറഞ്ഞു, ഉറപ്പായിട്ടും ഈ കുട്ടി പോയി പറയുമ്പോൾ ആ കുട്ടിയെയും കൊണ്ട് നിങ്ങളെ വീട്ടിലേക്ക് കൂട്ടി വരും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ കൂലിയൊന്നും കൊടുക്കാതെ നേർക്ക് നേരെ വഷളാകുന്ന രീതിയിൽ കതക് അങ്ങോട്ട് അടക്കണം. കതക് അടക്കുമ്പോൾ ചുറ്റുഭാഗത്തുനിന്നും ഞങ്ങൾ കൂക്കി വിളിക്കും. ഇത് പദ്ധതി ഇട്ടുകൊണ്ട് അവർ പല ഭാഗത്തും പോയി നിന്നു. കുട്ടിയെ പറഞ്ഞയച്ചു. കുട്ടി നേരെ ചെന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എനിക്ക് അബുൽ ഹക്കം പണം തരാനുണ്ട്, ചോദിച്ചിട്ട് തരുന്നില്ല, നിങ്ങൾ വാങ്ങിത്തരണം എന്ന് പറഞ്ഞു. കുട്ടിയുടെ കയ്യും പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു. അബൂജഹലിൻ്റെ വാതിലിന് മുട്ടി. വാതിൽ തുറന്നു. ഈ കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ, കൂലിയോ ശമ്പളോ? അബൂജഹൽ പറഞ്ഞു, കൊടുക്കാണ്ട്. എന്നാൽ വേഗം കൊടുത്തേക്കണം, താമസിപ്പിക്കരുത്, ഈ കുട്ടിക്ക് ആവശ്യമായിട്ടല്ലേ കുട്ടി വന്നത്. ശരിക്ക് പണിയെടുത്താൽ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണമെന്ന് ലോകത്തെ പഠിപ്പിച്ച നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി പറയുന്ന ആശയമല്ല. പണിയെടുത്താൽ പണിക്കാരന് കറക്റ്റ് കൂലി കൊടുക്കണം. അയാളെ മനസ്സിനും നമ്മളെടുത്ത കൂലിക്കൊക്കെ ഉള്ളൊരു ഭംഗിയാണത്. എടുത്ത പണിക്ക് കൂലി കൊടുക്കാതിരിക്കരുത്. ചില ആളുകളൊക്കെ പുരപ്പണി എടുത്താൽ ഇപ്പോഴും കിട്ടാക്കനിയായിട്ട് കുറേ ആൾക്കാർക്ക് കൂലി ബാക്കിയുണ്ടാവും. ഫുള്ളായിട്ടില്ല, കുറച്ച് അവർക്ക് കൊടുക്കാണ്ട്. വയറിങ്ങേർക്ക് ഒരു 25,000, പടവേർക്ക് ഒരു 15,000, പിന്നെ പ്ലംബിങ്ങേർക്ക് ഒരു 5,000. 4, 3, 5 മട്ടൊക്കെ വന്ന് ചോദിക്കും. പിന്നെ അത് കിട്ടില്ല. പിന്നെ ഉണ്ടോ ആളുകൾ ചോദിക്കുന്നത്, പൊരുത്തപ്പെട്ടിട്ടൊന്നും ഉണ്ടാകൂല. അത് എണ്ണി കണക്കാക്കി കൊടുക്കണം, എണ്ണി കൊടുക്കണം. ഒരാൾക്കുള്ള ഹക്കും അങ്ങനെ ആൾക്കാർ വിടുന്ന സംഗതിയല്ലത്, അത് കൊടുക്കണം. നമ്മൾ താമസിക്കുന്ന വീടിന് ഏറ്റവും നല്ല മനസ്സമാധാനവും സന്തോഷവും ജീവിക്കുന്ന ആളുകൾക്ക് റാഹത്തും കിട്ടണമെങ്കിൽ ആ ഹക്കുകളൊക്കെ നീങ്ങണം. കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കണം. പിന്നെ അവർ സൗജന്യമായിട്ട് എടുത്തതൊന്നുമല്ലല്ലോ. ഏറെക്കുറെ കൊടുക്കും, കുറച്ച് ബാക്കിയിടും. അങ്ങനെ ഒരു പതിവ്, ആ പതിവ് പാടില്ല. ഫുള്ളായിട്ട് കൊടുക്കണം, എല്ലാം കൊടുക്കണം. എത്രയാണോ അയാൾ എഴുതിയത്, അയാൾ പണിയെടുത്തത്, അതിന് കറക്റ്റായിട്ട് കൊടുക്കണം. നിങ്ങൾ ഏറെ കൊടുത്തോ, അതിൽ ബർക്കത്ത് ഏറെ കിട്ടും. അങ്ങനെയല്ലേ, ഏറെ കൊടുക്കുന്ന ആൾക്കാരില്ല, ഏറെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എങ്ങനെ പണിയെടുത്താൽ ഏറെ കൂലി കൊടുക്കും. അതൊരു സന്തോഷമാണ് തങ്ങൾക്ക് ഏറെ കൂലി കൊടുക്കുക എന്നുള്ളത്. പഴയ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. നിങ്ങൾ എടുത്ത പണിക്കുള്ളതാണ്, ഇത് നമ്മളെ വക സന്തോഷത്തിനാന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ തന്നെ ആ കിട്ടുന്ന കൂലിപ്പണിക്കാരൻ പറയും അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ, നല്ല മനസ്സോടെ അള്ളാഹുത്തേൽ അതങ്ങ് സ്വീകരിക്കും. ഇയാളെ സമ്പത്തിനൊന്നും കുഴപ്പമില്ല, നല്ല ബർക്കത്ത് അള്ളാഹു നൽകും. ഇനിയിപ്പോൾ അതൊന്നും വേണ്ടില്ലെന്ന് കിട്ടുന്ന അവകാശം തന്നെ കൊടുത്താൽ മതി, എന്നാൽ കുഴപ്പമൊന്നുമില്ലെന്ന്. കിട്ടാനുള്ള തന്നെ കൊടുക്കണം. അങ്ങനെ കൊടുക്കാത്ത ആളുകളുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് എന്നും നാട്ടിൽ നല്ല പണിയുള്ള ആൾ, അയാൾ ഗൾഫിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ ഗൾഫിൽ പോകുന്നത്, നിങ്ങൾക്ക് ഇവിടെ പണിയുണ്ടല്ലോ. സാറേ പണിയൊക്കെ ഉണ്ട്, പിന്നെന്താ കുഴപ്പം, എൻ്റെ വീട്ടിൽ അദ്ദേഹം പണിയെടുത്തിട്ട് എന്താ കുഴപ്പം, കൂലി കിട്ടൂലേ. അപ്പോൾ അദ്ദേഹം കുറച്ചു നേരം ഇങ്ങനെ മോനെ എന്നിട്ടൊന്നും കൂലി എല്ലാവരും തരികയാണെങ്കിൽ പോകണ്ടില്ലേന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ കൂലി കൊടുക്കാതെ പറ്റിക്കണ ആൾക്കാരുണ്ട് എന്ന്. അത് അവിടെ മൗലായ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുന്നൊന്നും അള്ള പുറത്തു തരില്ല കേട്ടോ, അങ്ങനെ കണക്കൂട്ടി തീർക്കണ്ട. പതിരീങ്ങളെ മൗലൂദ് യാസീനൊക്കെ ഓതിയിട്ട് പടച്ചവനോട് പുറത്ത് അങ്ങനെ കണക്കൂട്ടണ്ട. അത് കറക്റ്റ് കൊടുക്കണം, ഹക്കാണത്, അവകാശമാണ്. അതാ യാസീൻ കൊണ്ടും ആ ദുആ കൊണ്ടും ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടൊന്നും അത് മാപ്പാക്കൂല, ഹക്കാണത് കൊടുക്കണം. അപ്പം ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട് നിങ്ങൾക്ക് ആൾക്കാർ തരാനുണ്ടോ കാശ്? അദ്ദേഹം പറഞ്ഞു കിട്ടാനുള്ളതൊക്കെ കിട്ടുകയാണെങ്കിൽ ഉസ്താദേ ഞാൻ എങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നടക്കും, വിഷയങ്ങൾ ബാധ്യതകളൊക്കെ തീരും, ഒരു 3-3.5 ലക്ഷം കിട്ടാണ്ടാവും തരാളോ കൂട്ടിയിട്ട്. ഒരു പാവപ്പെട്ട കൂലിപ്പണിക്കാരനാണ്. സങ്കടമായി പോകല്ലേ. എന്താണിപ്പോൾ ഇത്? ഒക്കെ ഒരു വ്യക്തിൻ്റെതല്ല, ഞാനീ പറഞ്ഞ രൂപത്തിലാണ്. വീട് മൊത്തമാണ് കൊടുക്കും വയർ ചെയ്യാൻ. എത്രയും നോക്കും. അപ്പോൾ അയാൾ എല്ലാ പോയിന്റും നമുക്ക് ഇരിക്കണോടത്തും നിൽക്കണോടത്തും നടക്കണോടത്തൊക്കെ സ്വിച്ച് വേണമല്ലോ, സ്വിച്ച് വേണം. കട്ടിൽ വന്ന് തല പൊങ്ങിയ ഒരു സ്വിച്ച്, താഴെ ഞെരിയാണി ഇട്ട് കൊടുത്ത് അവിടെ ഒരു സ്വിച്ച്, പിന്നെ ഇപ്പുറത്ത് കാലുകൊണ്ട് ഇടാനൊരു സ്വിച്ച് വേറെ, തലകൊണ്ട് നിൽക്കാൻ ഒരു സ്വിച്ച്, അവിടെ എല്ലാം സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഒരു റൂമിൽ തന്നെ 25 പോയിന്റാണ്. മുമ്പൊക്കെ ഒരു റൂമിൽ 3 പോയിന്റ് ഉണ്ടാവുള്ളൂ, ഇപ്പോൾ റൂമിൽ തന്നെ 25 പോയിന്റാണ്. അപ്പോൾ ഈ പോയിന്റിനനുസരിച്ചുള്ളൊക്കെ കണക്കൂട്ടിയിട്ട് മൂപ്പർ എഴുതി കൊടുത്തതാ 2.25 ലക്ഷം വരും മൊത്തം വയറിങ്ങും അതിൻ്റെ സാധനങ്ങളും കൂലിയൊക്കെ അടക്കി. അപ്പോൾ ആദ്യം കാര്യം നടക്കണമല്ലോ, ആദ്യം സാധനങ്ങളൊക്കെ ഇറക്കാൻ വേണ്ടി 1 ലക്ഷം അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ സ്വിച്ചും പോയിന്റും വയറും പൈപ്പൊക്കെ ഇറക്കി. പിന്നെ ഒരു 50,000 കൊടുത്തു, പിന്നെയും കൊടുത്തൊരു 50,000, അപ്പോൾ 2 ലക്ഷമായി. പിന്നെ പണിയൊക്കെ ഏകദേശം ഇങ്ങനെ തീരാനായി എന്ന് പറഞ്ഞപ്പോൾ 50,000 കൊടുത്തു. ഞാനീ പറഞ്ഞതിനല്ലേ ശരി, അപ്പോൾ 2.5 ആയി. പിന്നെ ഒരു 25 ബാക്കിയുണ്ട്. അപ്പോൾ പണി തീർത്ത് പോലെ സാധനങ്ങളൊക്കെ എടുത്ത് കവറിലാക്കി പോകാം. അപ്പോൾ തരട്ടോ, ആ തരട്ടോ, നീ ഇവിടുന്ന് അവിടുന്ന് ഇവിടെ അത് കിട്ടൂല. ആ കിട്ടാനുള്ള ആൾ അയാൾക്ക് ഈ ബാക്കിയുള്ളവർക്ക് കൂലി കൊടുക്കണ്ടേ, ഈ മെയിൻ പണിക്കാരൻ. അയാൾ പോയിട്ട് അല്ല നമ്മളാ 25 അത് മോനെ അവിടെ നിന്ന് അയച്ചിട്ട് എന്താ അവിടെ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ് എയർപോർട്ടിലേ, ഇവിടെ എത്തിയില്ല, എന്തൊരു ചെറിയ പ്രശ്നമുണ്ട്, റെഡി ഇപ്പോൾ വരും ആൾക്കാരുടെ നിന്ന് പറഞ്ഞു വിട്ട്. പിന്നെയും ചോദിച്ചു 3-4 വട്ടക്കല്ലാതെ ഒരാൾ ഇങ്ങനെ പിന്നാലെ കൂടുമോ. പിന്നെ മനം മടുത്തിട്ട് ചോദിക്കണ്ട വെച്ചു. അങ്ങനെ വെച്ച ഏതെങ്കിലും ഒരു കണക്കുങ്ങളെ പെരടിയിലുണ്ടെങ്കിൽ മറക്കണ്ടട്ടോ, എണ്ണി കണക്കാക്കി ഇന്ന് രാത്രി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി കൊടുക്കണം. അത്രയും നിർബന്ധമാണത്. ഒരു മനുഷ്യൻ്റെ ഹക്കും കുറക്കാൻ പാടില്ല. ഈ കുട്ടിയെ 12 വയസ്സായ ഈ കുട്ടിയെയും കൂട്ടി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിൻ്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു ഇക്കുട്ടിക്ക് കൊടുക്കാനോ വല്ലതുണ്ടെങ്കിൽ കൊടുത്തേക്കണം. കഥ കിടക്കാനൊന്നും അബൂജഹലിന് തോന്നിയില്ല. അബൂജഹൽ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാണ്, കൂക്കി വിളിക്കാൻ വേണ്ടി. അബൂജഹൽ നേരെ അകത്ത് ചെന്ന് കൊടുക്കാനുള്ള അത്രയും കാശ് കവറിലിട്ട് ആ കുട്ടിക്ക് അങ്ങ് കൊടുത്തു. ആ കുട്ടിയുടെ വൈക്ക് പോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈക്കും പോയി. ഇവരെല്ലാവരും ഓടിക്കൂടിയിട്ട് വെച്ച് നിങ്ങളെന്ത് എത്ര പെട്ടെന്നനുസരിച്ച്, ഞങ്ങളൊക്കെ കൂക്കി വിളിക്കാൻ കാത്തു കഴിയുമ്പോൾ ചോദിക്കുമ്പോഴേക്ക് നിങ്ങൾ എടുത്തു കൊടുത്തല്ലോ. അബൂജഹൽ പറഞ്ഞു എനിക്ക് വേറെ ഒന്നും പറയാനോ ചെയ്യാനോ അവിടെ കഴിഞ്ഞില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത് ഈ കുട്ടിയുടെ അവകാശം ചോദിച്ച് വാങ്ങിക്കൊടുക്കാനാണ്. അതാർക്ക് വേണ്ടിയും തങ്ങൾ പോകും. എത്ര ചെറിയ ആളാണെങ്കിലും വലിയ ആളാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അടിമയാണെങ്കിലും ആരാണെങ്കിലും ഒരു മനുഷ്യന് കിട്ടാനുള്ള അവകാശം. അത് കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ ആളുകൾക്ക് ഈ വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചത് അവർക്കതിൻ്റെ ബോധം നൽകിക്കൊണ്ടാണ്. ഇൽമ് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. തങ്ങളെ മുന്നിൽ വന്ന് ചീത്ത പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്, 1-2 അല്ല. ആ ആളുകളോടൊക്കെ തങ്ങൾ പുഞ്ചിരിച്ച് അവരോടൊക്കെ തങ്ങൾ മയത്തോടെ സംസാരിച്ച് കുറഞ്ഞ സമയം ഒരു 10-25 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ആ പ്രാകൃത രൂപവും
പ്രാചീനമായിട്ട് അവരെ മനസ്സിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്ന ആ ഒരു മൃഗീയമായ അവസ്ഥയുമൊക്കെ മാറ്റിയെടുത്തിട്ട് ഏറ്റവും നല്ല മനുഷ്യന്മാരാക്കി, ഏറ്റവും നല്ല സേവകന്മാരാക്കി, ഏറ്റവും നല്ല ബന്ധുക്കളാക്കി അവരെ മാറ്റിയെടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പകർന്ന ഇൽമു കൊണ്ടാണ്. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. നേരത്തെ അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളൊക്കെ എണ്ണിപ്പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നേരത്തെയുള്ള അവസ്ഥ എന്തായിരുന്നു? കുന്തും അലാ ശഫാ ഹുഫ്റത്തിൻ മിനന്നാർ. നേരത്തെ നിങ്ങളൊക്കെ നരകത്തിൽ പോകുന്ന അവസ്ഥയിലായിരുന്നു. അല്ലാഹു തആല അതിൽ നിന്ന് രക്ഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അടുത്തേക്ക് അയച്ചു. ഇത് കുന്തും അഅദാഅൻ, പരസ്പരം പക വീട്ടുന്ന ആളുകളായിരുന്നു നിങ്ങൾ. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങളെ മനസ്സിൽ അല്ലാഹു തആല ഇണക്കം നൽകി. ഇണക്കം നൽകാനുള്ള കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു കൊടുത്ത ഇൽമു കൊണ്ടാണ്. ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാനാ, അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ സഹോദരന്മാരായി മാറി. സ്നേഹബന്ധം ഏത് രൂപത്തിലാണ് അവർക്ക് പകർന്നു പഠിപ്പിച്ചത്? ഏത് രൂപത്തിലാണ് അവരെ മനസ്സിൽ സ്നേഹബന്ധമുണ്ടാക്കിയത്? ഒന്നും ഇല്ലാത്ത ഒരാള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോൾ സ്വന്തം സഹോദരനെ പോലെ സ്വീകരിച്ച്, താമസിക്കുന്ന വീട്ടിൽ എടച്ചുമരി വെച്ച്, താമസിക്കാനുള്ള സ്വന്തം വീട് 2 വീടാക്കിയിട്ട് മുറിച്ചു കൊടുക്കാൻ മാത്രമുള്ള സ്നേഹബന്ധം പോരാ, മദീന മാർക്കറ്റിൽ നടത്തുന്ന കച്ചവടങ്ങളിൽ അതിൻ്റെ പകുതി ഭാഗം സ്വന്തം സുഹൃത്തിന് പകർന്നു നൽകിയിട്ട് അവരെ മഹബത്ത് വെക്കാനുള്ള തരത്തിലുള്ള മാനസിക ബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അവരിൽ ഉണ്ടാക്കിയെടുത്തത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ മക്കയിൽ നിന്ന് മദീനയിലെത്തുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു ദിർഹമോ ഒരു ദീനാറോ ഇല്ല. എനിക്ക് നറുക്ക് വീണ എൻ്റെ കൂട്ടുകാരനായ സ്വഹാബി എന്നെ വീട്ടിൽ കൊണ്ടുപോയി എന്നോട് പറഞ്ഞു, ഇത് ഞാൻ താമസിക്കുന്ന വീടാണ്, ഇത് നമുക്ക് 2 വീടാക്കാം. ഒരു വീടെന്ന് പറയുന്നത് സഹോദരങ്ങളെ ഈ സ്റ്റേജിന്റെ പകുതിയാണ്. അതാണ് 2 വീടാക്കാം എന്നവർ പറയുന്നത്. മഹാനവർകൾ പറയുന്നു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നെ കൊണ്ടുപോയ സ്വഹാബി പറഞ്ഞു, എനിക്ക് 2 ഭാര്യമാരുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഭാര്യയെ നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ അതിനെ ത്വലാഖ് ചൊല്ലിത്തരാം, ഇദ്ദ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്ത് വധുവായി സ്വീകരിക്കാം. ലോകത്ത് ഇങ്ങനെ ഒരു സ്നേഹം പകർന്നു കൊടുക്കുന്ന ആരെങ്കിലും കാണുമോ? പിന്നെ പറയുന്നു, നാളെ എനിക്ക് മാർക്കറ്റിലുള്ള എൻ്റെ കച്ചവട സ്ഥലത്തേക്ക് നിങ്ങൾ വരണം, അവിടെ ഒരു കടയുണ്ട്, അതിൻ്റെ പകുതി നിങ്ങൾക്ക് ഞാൻ തരാം, കച്ചവട വസ്തുക്കൾ നിങ്ങൾ കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കിക്കോളൂ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, നിങ്ങളെ ഭാര്യമാരോടൊപ്പം നിങ്ങൾ ജീവിച്ചോളൂ, എനിക്ക് കച്ചവടം ചെയ്യാൻ ഒരു 20 ദീനാർ നിങ്ങൾ കടം തരണം. എങ്ങനെ ഞാൻ വസ്തുക്കൾ വാങ്ങണം, എങ്ങനെ കച്ചവടം ചെയ്യണം, അതിൻ്റെ മെത്തേഡും പഠിപ്പിച്ചു തരണം. ലാഭം കിട്ടിയാൽ ആദ്യം വീട്ടിൽ നിന്ന് നിങ്ങളെ കടമായിരിക്കും. 20 ദീനാർ ആ സ്വഹാബി കടം കൊടുത്തു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മറ്റു നാടുകളിൽ നിന്ന് ചരക്കിറക്കിയിട്ട് കച്ചവടം ആരംഭിച്ചു. മദീനയിലെത്തുമ്പോൾ കയ്യിലൊന്നുമില്ല. ഒരൊറ്റ മാസം കഴിഞ്ഞപ്പോൾ ലാഭവിഹിതത്തിൽ നിന്ന് 20 ദീനാർ കടം തന്ന സ്വഹാബിക്ക് കടം വീട്ടി. സുബ്ഹാനല്ലാഹ്. 1-2 വർഷമാകുമ്പോഴേക്ക് സാമ്പത്തികമായി അള്ളാഹു വലിയ പുരോഗതി നൽകി. പിന്നെ നിങ്ങൾ നോക്ക്, 50, 60, 70 ഒട്ടകങ്ങളിലാണ് ഷാമിൽ നിന്നും യമനിൽ നിന്നും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഗോഡൌണിലേക്ക് ചരക്ക് വരുന്നത്. ആ ഒട്ടകങ്ങൾ ഇങ്ങനെ വരുമ്പോ വഴിയോരങ്ങളിൽ കാണാൻ വേണ്ടി കാഴ്ചക്കാർ തടിച്ചുകൂടി നിൽക്കുമായിരുന്നു. 50ഉം 60ഉം ഒട്ടകങ്ങളിൽ ചരക്ക് ഗോഡൌണിലേക്ക് വരുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ്. അതൊക്കെ ഒരൊറ്റ സ്വഹാബിക്ക് അല്ലാഹു നൽകിയ ബറക്കത്താണ്. ഞാൻ പറഞ്ഞു വന്നത്, ആ ഒരു സ്വഹാബി ആ നിലവാരത്തിലേക്ക് ഉയർത്താൻ സഹായിച്ചത് മദീന നിവാസിയായ അൻസാരിയായ സ്വഹാബിയാണ്. അവരെ സ്നേഹം, അവരെ സഹകരണം, അതിന് കാരണമായത്, അതിന് പ്രചോദനമായത് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടപെടലാണ്. തങ്ങൾ അവരിൽ നൽകിയ സ്വാധീനവും ശക്തിയും വിജ്ഞാനത്തിന്റെ വെളിച്ചവുമാണ്. എല്ലാ മുഖങ്ങളിലും അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെളിച്ചം വീശിയത്. ഏതൊരാളും അംഗീകരിക്കാൻ പറ്റുന്ന തരത്തിൽ
അനുധാവനം ചെയ്യപ്പെടാൻ പറ്റുന്ന തരത്തിൽ വിശുദ്ധിയുള്ളവരായി ഇൽമു കൊണ്ടും അമല് കൊണ്ടും ഉയർന്നപ്പോഴാണ് അവരെപ്പറ്റി പുറം ലോകത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? മയ്യ ഇശ്മിൻകും ബഅദീ ഫസയറ ഇഖ്തിലാഫൻ കസീറാ. എൻ്റെ കാലം ശേഷം ജീവിക്കുന്നവർ ഒരുപാട് ഭിന്നാഭിപ്രായങ്ങൾ അഭിമുഖീകരിക്കും. ഭിന്നാഭിപ്രായങ്ങൾ കാണേണ്ടി വരുമ്പോ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. നിങ്ങൾ എൻ്റെ മാർഗം മുറുകെ പിടിക്കണം. എൻ്റെ ഖലീഫമാരായ മഹാന്മാരായ സ്വഹാബിമാർ അവരുടെ മാർഗവും നിങ്ങൾ മുറുകെ പിടിക്കണം. എന്തേ അങ്ങനെ പറയാൻ കാരണം? അവരുടെ ജീവിതവും അവരുടെ രഹസ്യവും പരസ്യവും സ്വഭാവങ്ങളും സംസ്കാരങ്ങളും പെരുമാറ്റങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി മാറുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണമായി അള്ളാഹു സംവിധാനിച്ചു. സ്വീകരിക്കപ്പെടാവുന്ന തരത്തിലേക്ക് ഇൽമു കൊണ്ടും അമല് കൊണ്ടും അവരെ ഉയർത്തപ്പെട്ടു. എല്ലാ മേഖലകളിലും അവരെ പിന്തുടരപ്പെടാൻ പറ്റുന്ന വ്യക്തിത്വങ്ങളായി മാറി. ആർക്കും അവരെ അനുധാവനം ചെയ്യാം, ആർക്കും അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാം. ഏത് വാക്കും ഏത് പ്രവൃത്തിയും അവർ പറഞ്ഞാൽ കുറ്റപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ അതിന് പരിശുദ്ധിയുണ്ട്. അതിന് മാത്രം ഇൽമു നൽകിയിട്ട് അല്ലാഹു അവരെ ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. ആ ഖുലഫാകളുടെ ഇൽമ് അവർക്ക് അല്ലാഹു നൽകിയ ബഹുമാനം ചെറിയ ബഹുമാനമല്ല. പിൽക്കാലത്ത് അവരുടെ കാലഘട്ടത്തിലും ശേഷമുള്ള കാലഘട്ടത്തിലും ഇന്ന് വരെ ആ മഹാന്മാരുടെ അനുധാവനം അതാണ് ലോകത്ത് സ്വീകരിക്കേണ്ടത്, അതാണ് നമ്മൾ ഇത്തിബായ് ചെയ്യേണ്ടത്. ആ രൂപത്തിൽ അവർ മാർഗദർശികളായി മാറാൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ ഇൽമാണ് കാരണം. ഉമ്മമാരെ, സഹോദരിമാരെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ച് ഒരുപാട് ഇൽമു പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബി വനിതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞങ്ങൾക്ക് സ്പെഷ്യലായി ഇൽമു പറഞ്ഞു തരാൻ ഒരു ദിവസം നിശ്ചയിച്ചു തരണം, ഞങ്ങൾക്ക് നിങ്ങൾ സ്പെഷ്യലായി ക്ലാസ് എടുത്തു തരണം. സ്വഹാബി വനിതകൾ വന്ന് ആവശ്യപ്പെട്ടു. പുരുഷന്മാര് സുബ്ഹിക്ക് ശേഷം ഒരുപാട് ഇൽമു കേൾക്കുന്നുണ്ട്, ചിലപ്പോഴൊക്കെ അസ്റിന് ശേഷവും കേൾക്കാറുണ്ട്, വെള്ളിയാഴ്ചയും മറ്റു സന്ദർഭങ്ങളിലും അവർ പഠിക്കാറുണ്ട്. ആയത്തുകൾ ഇറങ്ങുമ്പോൾ ഓരോ സമയത്തും അവരത് പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. ഞങ്ങൾക്കും വേണ്ടേ അവസരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സ്ഥലം പറഞ്ഞു കൊടുത്തു, ദിവസവും പറഞ്ഞു കൊടുത്തു, ടൈമും പറഞ്ഞു കൊടുത്തു. നിങ്ങളെല്ലാവരും അവിടെ ഒരുമിച്ച് കൂടണം. ഇൽമു പഠിക്കാൻ വേണ്ടിയാണ് ഒരുമിച്ച് കൂടാൻ വേണ്ടി പറഞ്ഞത്. സ്ത്രീകൾ മാത്രം അവിടെ ഒരുമിച്ച് കൂടി. സ്ത്രീകളുടെ സദസ്സിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് അറിവ് പകർന്നു കൊടുത്തു. അന്നത്തെ ആ അറിവ് പകർന്നു കൊടുത്ത കൂട്ടത്തിൽ തങ്ങൾ പ്രധാനമായും ഒരു വിഷയം പറഞ്ഞു സഹോദരിമാരോട്: നല്ല ക്ഷമാപൂർവം ജീവിതം മുന്നോട്ട് നീക്കണം. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും, നിങ്ങളിലും നിങ്ങളെ മക്കളിലും രോഗങ്ങൾ വരും. ക്ഷമിച്ചുകൊണ്ട് രോഗത്തിന് ചികിത്സ നടത്തിയിട്ട് അള്ളാഹുവിനോട് ദുആ നടത്തിയിട്ട് സുഹൃതങ്ങളിൽ മുഴുകി ജീവിക്കണം. അഥവാ കുഞ്ഞുങ്ങൾ മരിച്ചാൽ ആവലാതിയും വേവലാതിയും അധികരിച്ച് ആത്മാഹുതി ചെയ്യരുത്, ജീവിതം നശിപ്പിക്കരുത്, പരാക്രമങ്ങൾ നടത്തരുത്. ഏതെങ്കിലും നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾക്ക് 3 മക്കൾ മരണപ്പെട്ടു പോയാൽ ആ 3 കുട്ടികളും ആഖിറത്തിലേക്ക് അവൻ മുന്തിക്കുന്ന സുഹൃതങ്ങളാണ്. ആ 3 മക്കൾ ബാപ്പക്ക് ഉമ്മക്ക് പാരത്രിക ലോകത്തുള്ള മുൻവിരുന്നാണ്, അവര് സംരക്ഷണമാണ്, കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ഒരു സഹോദരി എഴുന്നേറ്റ് ചോദിച്ചു: അല്ലാഹുവിന്റെ റസൂലേ, 2 മക്കൾ മരിച്ചു പോയാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: 2 മക്കൾ മരിച്ചു പോയാലും അങ്ങനെ തന്നെ. പിന്നൊരു സഹോദരി ചോദിച്ചു: ഒരു കുട്ടിയാണ് മരിച്ചു പോയതെങ്കിലോ? സംശയങ്ങൾ വരെ ചോദിച്ചിട്ട് വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൽമു പകർന്നു കൊടുത്തു. ഇൽമാണ് സഹോദരിമാരെ നമുക്കും വേണ്ടത്. ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം, മസ്അല പഠിക്കണം. ജീവിതത്തിന്റെ ആത്മവിശുദ്ധിക്ക് അനിവാര്യമായ ആത്മീയമായ മേഖലകൾ പഠിക്കണം. ആ മേഖലകളിലൂടെ നമ്മുടെ ജീവിതം നന്നാക്കണം.
നമ്മുടെ മനസ്സും നമ്മുടെ സംസ്കാരവും മെച്ചപ്പെടുത്തണം. നമ്മുടെ കുടുംബജീവിതം സന്തോഷത്തിലാകണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇൽമിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ അധ്വാനിക്കേണ്ടത്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് ഖൈറായ നിലക്കുള്ള മജ്ലിസായി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അറിവിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത മഹാന്മാരിൽ മാസങ്ങളോളം യാത്ര ചെയ്തവരുണ്ട്, വർഷങ്ങളോളം യാത്ര ചെയ്തവരുണ്ട്. അറിവ് കിട്ടാൻ വേണ്ടി ഗുരുനാഥന്മാരുടെ അടുത്തേക്ക് ദൂരദിക്കുകളിലേക്ക് പോയി തപസ്സിരുന്നിട്ട് അറിവ് പഠിച്ച ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച പണ്ഡിതന്മാരെ കാണാം. പക്ഷേ ആ പണ്ഡിതന്മാര് പകർന്നു നൽകിയ ഇൽമ് ഇന്ന് ലോകത്തിന് വലിയ വെളിച്ചമാണ്. അവർ അന്ന് പകർന്നു നൽകിയ ഇൽമിന്റെ സൗന്ദര്യം ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. എത്ര കാലമായി അവരെ അക്കൗണ്ടിലേക്ക് അതിൻ്റെ ശതമാനം പോകുന്നത്. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ 10 കാര്യങ്ങളല്ലാത്തത് മുഴുവനും നിലച്ചു പോകും. അതിൽ പ്രധാനമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞൊരു കാര്യമാണ് ഇൽമുൻ യുന്തഫഉ ബിഹി. അവൻ കാരണമായി മറ്റുള്ളവർക്ക് ഉപകരിച്ച അറിവ്, അവൻ കാരണമായി മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടിയ അറിവ്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫതുഹുൽ മുഈൻ എന്ന് പറയുന്ന വലിയ വിജ്ഞാന ഗ്രന്ഥം സമർപ്പിച്ച് മഹാനവറുകൾ വഫാത്തായിട്ട് വർഷങ്ങൾ എത്ര കഴിഞ്ഞു, എത്ര ആണ്ടുകൾ, എത്ര നൂറ്റാണ്ട് കഴിഞ്ഞു. ആ മഹാനുഭാവന്റെ ഇൽമ് എത്ര ആളുകൾ മനഃപ്പാടമാക്കി ജീവിതത്തിൽ പ്രവർത്തിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും അത് പഠിക്കുന്നു, പഠിപ്പിക്കുന്നു, ഉപയോഗിക്കുന്നു. സുബ്ഹാനല്ലാഹ്. മേൽപോട്ടങ്ങനെ കൂട്ടി നോക്കുമ്പോ അതിൻ്റെ ശതമാനത്തിൻ്റെ വർധനവ് എത്ര അധികമാണ്. ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾക്ക് ഈ ഇൽമു പകർന്നു കൊടുക്കുന്നതിന് കേന്ദ്രബിന്ദുവായി വർത്തിച്ചത് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നല്ലേ സ്വഹാബത്ത് ഇൽമു സ്വീകരിച്ചത്. ആ ഇൽമു അവരിൽ നിന്നല്ലേ താബിയുകൾ സ്വീകരിച്ചത്. അവരിൽ നിന്നല്ലേ താബിയുകൾ സ്വീകരിച്ചത്. അവരിൽ നിന്നല്ലേ ഇമ്മത്തുൽ അർബഅ സ്വീകരിച്ചത്. അവരിൽ നിന്നല്ലേ ശേഷമുള്ള പണ്ഡിതന്മാര് സ്വീകരിച്ചത്. എല്ലാറ്റിൻ്റെയും കേന്ദ്രം മടങ്ങുന്നത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. തങ്ങൾക്ക് അല്ലാഹു നൽകിയ വലിയ സ്ഥാനമാണ് ഇൽമെന്ന് പറയുന്ന സ്ഥാനം. അവിടുത്തേക്ക് നൽകിയ വലിയ ബഹുമാനമാണ്. അപ്പൊ ലോകത്ത് പഠിക്കുന്ന ഇൽമും പഠിപ്പിക്കുന്ന ഇൽമും എത്ര കാലമായാലും, എത്ര നൂറ്റാണ്ടായാലും, ഏത് ഭാഷകളിലായാലും, ഏത് കോണിലായാലും, ഏത് രാജ്യത്തായാലും, ഏത് സംഗതിക്കാണെങ്കിലും ആ ഇൽമിൻ്റെ ഒക്കെ അടിസ്ഥാനം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത്രമാത്രം ഇൽമ് അവിടുന്ന് ലോകത്തേക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. ആ ഇൽമിനെല്ലാം അല്ലാഹു നൽകുന്ന ദറജ എത്രമാത്രം വലുതാണ്. ആ സ്ഥാനമല്ലേ സഹോദരങ്ങളെ എല്ലാവരെക്കാളും മുൻപന്തിയിൽ നാളെ ആഖിറത്തിലും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും വലിയ ബഹുമാനവും സ്ഥാനവും നൽകിയിട്ട് അല്ലാഹു തആല ഉയർത്തുന്നത്. തങ്ങളെപ്പോലെ ആഖിറത്തിൽ സ്ഥാനവും ബഹുമാനവുമുള്ള ഒരൊറ്റ കുട്ടിയും വേറെയില്ലല്ലോ. എല്ലാവരും വിഷമിച്ച് ബേജാറായി പോകുന്ന രംഗത്തും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ബഹുമാനവും ധൈര്യവും ഒന്ന് വേറെ തന്നെയാണ്. അതിനു മാത്രമുള്ള എല്ലാവിധ മഹത്വങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമിൻ്റെ വടിയിലായി കഠിനാധ്വാനം ചെയ്ത് നല്ല രൂപത്തിൽ നമ്മുടെ മക്കളെ പഠിപ്പിച്ച് വളർത്തി ഉയർത്തി എല്ലാ തലങ്ങളിലേക്കും അവരെ കൈപിടിച്ചുയർത്തി എല്ലാ ഭാഗങ്ങളിലേക്കും അവരെ കൊണ്ടുപോയി ഉയർത്തി ഒരു വിജ്ഞാനത്തിനും തടസ്സമാകാത്ത രൂപത്തിൽ പ്രചോദനങ്ങൾ നമ്മുടെ ഭാഗത്തിനൊന്നുണ്ടായി, നല്ല നല്ല സഹായങ്ങളുണ്ടായി, നല്ല നിലക്കവരെ വളർത്തിയിട്ട് ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ
ഈ മജ്‌ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ മദ്രസയ്ക്ക് വേണ്ടി നൽകിയ സഹായങ്ങൾ, സഹകരണങ്ങൾ, അതിനുവേണ്ടി ഒത്താശ ചെയ്തവർ, സ്വദേശത്തും വിദേശത്തുമുള്ളവർ, എല്ലാവരുടെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും അല്ലാഹു ബറക്കത്ത് ദായിമാക്കി കൊടുക്കട്ടെ. ഈ കേന്ദ്രത്തിൽ നിന്ന് ധാരാളം ആളുകൾക്ക് പഠിക്കാനും ഒരുപാട് ഉസ്താദുമാർ, അവർക്ക് പഠനം നടത്തുന്നവർ, എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് ദായിമായി കൊടുക്കട്ടെ. ഒരുപാട് കാലം ഇൽമിൻ്റെ വഴിയിലായി ഖിദ്മത്ത് ചെയ്യാൻ നമുക്കും നമ്മുടെ ഉസ്താദുമാർ, സാദാത്തുക്കൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.